ഇന്ന് എന്നോടൊപ്പം അതിഥിയായി ശ്രീജ AIR 57. എനിക്ക് തോന്നുന്നു അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ആ ഡിറ്റർമിനേഷനും വിൽ പവറും ആണ് എന്നെ ഇവിടെ എത്തിച്ചതെന്ന് തോന്നുന്നു. കാരണം എനിക്ക് തോറ്റു കൊടുക്കാനുള്ള മനസ്സില്ലായിരുന്നു. പക്ഷേ ഇതും കൂടെ പറയണം, എനിക്ക് ഇതിൻ്റെ ഇടയിൽ 3 പാനിക് അറ്റാക്ക് വന്നായിരുന്നു. ആദ്യത്തെ ഒരു പാനിക് അറ്റാക്ക് വന്നത് ഇത് 3 ഓവർ തിങ്കിങ്ങിൻ്റെ റിസൾട്ടായിരുന്നു. അപ്പോൾ ഫോക്കസ്ഡ് ആകുക, സ്ട്രെസ് മാനേജ്മെന്റ്, ഇതൊക്കെ ബ്രില്യൻസിനേക്കാളും മേൽ ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനം അല്ലേ? ആബ്സല്യൂട്ട്ലി. കണ്ടന്റ് മാത്രമല്ല ഈ എക്സാം ടെസ്റ്റ് ചെയ്യുന്നത്. ആക്ച്വലി നമ്മുടെ ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്റ്റഡീസ്, ബ്രില്യൻസ് എന്നുള്ളതിനേക്കാൾ ഇത് തന്നെയല്ലേ ശരിക്കും സിവിൽ സർവീസ് ഒന്ന് നോക്കുമ്പോൾ അല്ലേ? ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഐ വിൽ റൈറ്റ് UPSC CSE only once in my life and I am taking Indian Foreign Service in 2025-2026. നമസ്കാരം, ഞാൻ ഷെലസ്. ഇത് ഷെലസ് പോഡ്കാസ്റ്റ്. നമ്മുടെ സീരീസിലെ 2ാമത്തെ ഗസ്റ്റാണ്. കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. AI കിഡ് ഓഫ് ഇന്ത്യ റാവുൾ അജു ജോൺ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ അടുത്തൊരു ഗസ്റ്റിനെ പറ്റി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ റിസൾട്ട് വന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് എന്നോടൊപ്പം അതിഥിയായി ശ്രീജ AIR 57, കേരളത്തിൽ നിന്നുള്ള IAS ടോപ്പർ എന്ന് പറയാം. ശ്രീജ, വെൽക്കം ആൻഡ് കൺഗ്രാജുലേഷൻ once again. Thank you for sitting with me on my podcast. Thank you so much. ശ്രീജ ശരിക്കും IFS ആണ് ഓപ്റ്റ് ചെയ്യുന്നത് ഞാൻ അറിഞ്ഞു. ഫസ്റ്റ് തന്നെ അതാണ് ചോദിക്കുന്നത്, വൈ IFS? കാരണം 57 എന്ന് പറയുമ്പം ഡെഫിനറ്റ് ആയിട്ടും കേരള കേഡർ IAS കിട്ടാൻ ഉറപ്പായിട്ടും കിട്ടുന്നൊരിതാണ്. അപ്പം ഈ IFS എന്നൊരു ഓപ്ഷനിലേക്ക് പോകാനുള്ള കാരണം എന്തായിരുന്നു? സർ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഞാൻ പഠിച്ചത് BA MA പൊളിറ്റിക്കൽ സയൻസ് ആണ്. അപ്പം നമ്മൾ UG 3rd ഇയറിൽ വരുമ്പോഴത്തേക്കും IR-നാണ് മോസ്റ്റ്ലി ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ പഠിക്കുന്ന സമയം തന്നെ എനിക്ക് ഈ സബ്ജക്റ്റിനോടൊരു വല്ലാത്തൊരു ഫാസിനേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു, നമ്മളിവിടെ കുറേ അനാലിസിസ് വായിക്കും, ന്യൂസ് ആർട്ടിക്കിൾസൊക്കെ വായിക്കും, പക്ഷേ ഐ വാസ് ക്യൂരിയസ് അബൌട്ട് വാട്ട് ഹാപ്പൻസ് ബിഹൈൻഡ്. അപ്പോൾ ആ ഒരു തോട്ടാണ് എന്നെ ഇങ്ങോട്ട് എത്തിച്ചത്. ആ ഒരു ക്യൂരിയോസിറ്റി ആൻഡ് ഫാസിനേഷൻ ടു നോ മോർ അബൌട്ട് വാട്ട് ഹാപ്പൻസ് ഇൻ ദ റിയൽ റെലം ഓഫ് ഡിപ്ലോമസി. പിന്നെ എന്തായാലും സിവിൽ സർവീസസ് എക്സാമിനേഷൻ എഴുതണം എന്നുള്ളൊരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ, ചോയ്സും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ഐ ഓപ്റ്റഡ് ഫോർ ഇന്ത്യൻ ഫോറിൻ സർവീസ്. ഇതാണ് ബേസിക്കലി വാട്ട് ഹാപ്പൻഡ്. ശരിക്കും സിവിൽ സർവീസ് എന്നൊരു മോഹം ഏതെങ്കിലും ഒരു വ്യക്തികളെ കണ്ടിട്ടോ അങ്ങനെയാണല്ലോ. ചിലപ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ തിങ്, ചിലർക്ക് സിനിമകൾ കണ്ടിട്ടെന്ന് പറഞ്ഞ മുൻപുള്ള ചില IAS ഓഫീസേഴ്സോ IPS ഓഫീസേഴ്സോ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു മൊമെൻറ്റിൽ അങ്ങനെ ആരെങ്കിലും ഇൻസ്പയർ ചെയ്തതാണോ, അതോ നേരത്തെ തന്നെ ഗ്രാജുവലി അങ്ങനെ ഉണ്ടായ ഒരു ഡ്രീമാണോ? ആക്ച്വലി ഞാൻ എക്സാമിനെ കുറിച്ച് ആദ്യം അറിയുന്നത് 7th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാണ്. നമ്മുടെ ഹരിത മാം ഓൾ ഇന്ത്യ റാങ്ക് 1 മേടിച്ചു. അപ്പോൾ പത്രങ്ങളിൽ വലിയ വാർത്തയായി. അപ്പം പത്രം വായിക്കുന്ന ശീലം അന്ന് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് അറിയുന്നത്. എന്നിട്ട് ഹരിതയുടെ വീടിൻ്റെ അടുത്തായിരിക്കും അല്ലേ ഹരിത മാം? അതെ, കുറച്ച് ദൂരമുണ്ട്, പക്ഷെ എന്നാലും ഓൾമോസ്റ്റ് സെയിം, എനിക്കൊന്ന് സെയിം താലൂക്ക് അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചു. അമ്മ എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇതൊരു ഇന്ത്യയിലെ തന്നെ ഒരു വൺ ഓഫ് ദി ടഫസ്റ്റ് എക്സാം എന്നൊക്കെ അമ്മ അന്ന് വേൾഡ്സ് ടഫസ്റ്റ് എക്സാം എന്നൊക്കെ. അതിൻ്റെ പ്രധാന കാരണം പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 0.1% സക്സസ് റേറ്റ് എന്ന് പറയാവുന്ന ഒരു എക്സാമാണ്. അതെ, അപ്പം ഞാൻ അന്നേ മനസ്സിൽ കുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഐ റിയലി വോണ്ട് ടു റൈറ്റ് ദിസ് എക്സാം ആൻഡ് IAS ഒക്കെ ആയിരുന്നു അന്നത്തെ എൻ്റെ ഡ്രീം. അപ്പം ഒത്തിരി സിവിൽ സർവൻസിനെ നമ്മൾ ചുറ്റും കാണുന്നുണ്ട്. അപ്പം അന്നും സോഷ്യൽ സയൻസ് പഠിക്കുമ്പോൾ നമ്മൾ ബ്യൂറോക്രസിനെ കുറിച്ച് പഠിക്കും. അപ്പം ഇതൊക്കെ എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ BA MA പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചപ്പോഴത്തേക്കും അക്കാഡമിക്സിലോട്ട് ഞാൻ അങ്ങ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നുണ്ടായിരുന്നു. മാസ്റ്റേഴ്സിൽ പഠിക്കുമ്പോഴേ റിസർച്ചൊക്കെ ഞാൻ ആദ്യമായിട്ട് ഫെമിലർ ആവുന്നതും അതിലൊക്കെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി that എനിക്ക് അക്കാഡമിക്സിനേക്കാളും ഐ വിൽ ഫൈൻഡ് ത്രിൽ ഇൻ ബീങ് ആൻ IFS ഓഫീസർ. അപ്പം ഇത് തിയറി പ്ലസ് ആക്ഷൻ ആണല്ലോ, ലൈക്ക് IFS ആക്ച്വലി സംഭവിക്കുന്നത്, ആൻഡ് മോർ ടുവേർഡ്സ് ആക്ഷൻ. ആൻഡ് ഐ തോട്ട് ഐ വിൽ ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. പിന്നെ ഐ ഡിഡ്ന്റ് തിങ്ക് ട്വൈസ്. അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചു നെക്സ്റ്റ് എന്താ പ്ലാൻ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സിവിൽ സർവീസ് എഴുതണം എന്നുണ്ട്, ഫസ്റ്റ് ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വല്ലതും ജോലി നോക്കണം എന്നുണ്ട്. അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു അതൊന്നും ഇപ്പം നോക്കേണ്ട കാര്യമില്ല, PG എന്തായാലും പഠിക്കുമ്പോൾ ആ സ്പിരിറ്റിൽ നിൽക്കുക. അപ്പം നേരെ പോവുകയാണെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്രാക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. മറ്റേതൊരു ബ്രേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മേ ബി അക്കാഡമിക്സ് അതുപോലെ ത്രില്ലിംഗ് ആണെന്ന് നിനക്ക് തോന്നും, നീ ആ വഴിക്ക് പോവും. അതുകൊണ്ട് ജസ്റ്റ്
ഒത്തിരി ആലോചിക്കുന്ന വേണ്ട, ജസ്റ്റ് ഗോ ഫോർ ഇറ്റ് എന്ന് അമ്മ പറഞ്ഞത്. പിന്നെ ഞാനും ആലോചിച്ചു, അപ്പം പാരൻസ് ഫുൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ഒപ്പോസിഷൻ പറയേണ്ട കാര്യമില്ല. അങ്ങനെയാണ് ഞാൻ ആക്ച്വലി പെർസ്യൂ ചെയ്യാൻ തുടങ്ങുന്നത്. അത് മെയ് 2024 ഫോർച്യൂണിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, ഫ്രം എ ഹംബിൾ ബാക്ക്ഗ്രൗണ്ട് ടു ദ ഗ്ലോബൽ ഡിപ്ലോമസി പറയാതെ ഞാൻ മറ്റൊരു കാര്യം ആലോചിച്ചത്, നമ്മൾ ഈ കുറച്ച് സക്സസ്ഫുൾ മോഡൽസ് കേരളത്തിന് വേണ്ടിയിട്ട് ഡിസ്കസ് ചെയ്യുന്നൊരു പോഡ്കാസ്റ്റ് സീരീസ് ആയിരുന്നു. അപ്പം ഞാൻ ആലോചിച്ചൊരു മോഡലാണ് സീറോ റിസോഴ്സ് സക്സസ്ഫുൾ മോഡൽ. അതായത് ശ്രീജയുടെ കാര്യത്തിൽ ശരിക്കും അതാണ്. കാരണം മലയാളം മീഡിയത്തിലല്ലേ പഠിച്ചത്? ഇല്ല, ഞാൻ ഇംഗ്ലീഷ് മീഡിയമാണ്. ഇംഗ്ലീഷ് മീഡിയം, സ്റ്റേറ്റ് സിലബസ്. സ്റ്റേറ്റ് സിലബസ്. അപ്പോൾ സ്വാഭാവികമായിട്ട് സ്റ്റേറ്റ് സിലബസ് പഠിച്ചാലും നമുക്ക് കുറച്ച് ലാംഗ്വേജ് പ്രശ്നം അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് ചെന്നൈയിലെ പഠിത്തം അതൊരു ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിച്ചു അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഞാൻ +1 +2 എല്ലാ ക്ലാസ്സും ഞാൻ ഇംഗ്ലീഷ് മീഡിയമാണ് പഠിച്ചത്. ആൻഡ് +1 +2 എനിക്ക് 1200 കിട്ടി. ഗ്രേസ് മാർക്ക് വഴിയാണെങ്കിലും ഇംഗ്ലീഷൊക്കെ എങ്ങനെയായാലും എബവ് 80 ഔട്ട് ഓഫ് 100 പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് 2 സെൻറ്റൻസ് മര്യാദയ്ക്ക് ഇംഗ്ലീഷിൽ പറയാൻ അറിയത്തില്ല. ആൻഡ് ഐ ഡിഡൻറ്റ് ഹാവ് ദി കോൺഫിഡൻസ്. അതായിരുന്നു മേജർ ഫാക്ടർ. ഞാൻ എപ്പോഴും എന്നെ ക്രിട്ടിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മേജർ ഡിസിഷൻ ഞാൻ എടുക്കുന്നത്, ഞാൻ ചെന്നൈയിൽ പോകും എന്നുള്ളത്. അപ്പോൾ എനിക്ക് അറിയാമായിരുന്നു ചെന്നൈയിൽ MCC അവിടെ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ എന്നൊരു ഇതുണ്ട്, ഒരു തോട്ട് എനിക്ക് എൻ്റെ മനസ്സിൽ കൂടെ പോയി. ആൻഡ് ദെൻ ഐ ജസ്റ്റ് വെൻറ്റ് ഫോർ ഇറ്റ്. അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് ചുറ്റുമുള്ള ആൾക്കാരെല്ലാം ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, എനിക്കൊന്നും അറിയത്തില്ല. എഗെയിൻ ഐ ഹാവ് ടു ഫേസ് ദിസ് ബാറ്റിൽ. ആൻഡ് അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചൊരു ടെക്നീക്കാണ് ഇംഗ്ലീഷിൽ ചിന്തിക്കുക എന്നുള്ളത്. യൂട്യൂബിലൊക്കെ നോക്കി, പക്ഷേ എനിക്കൊന്നും ഫലപ്രദമായില്ല. ആൻഡ് ദെൻ ഐ സ്റ്റാർട്ടഡ് തിങ്കിങ് ഇൻ ഇംഗ്ലീഷ്. ആൻഡ് സംവെയർ അലോങ് ദ വേ ഡ്രീംസിലൊക്കെ ഇംഗ്ലീഷ് മാത്രം വരുന്നൊരവസ്ഥയായി. പിന്നെ ഇങ്ങനെ നമ്മൾ ഡേ ഡ്രീം ചെയ്യുമ്പോഴാണെങ്കിലും ഇങ്ങനത്തെ ഒരു കാര്യങ്ങളിൽ പോലും ഇംഗ്ലീഷ് മാത്രം വരാൻ തുടങ്ങി. ആൻഡ് ഓവർ ദ ടൈം അത് സ്പീച്ചിൽ വന്നു. പിന്നെ 3rd ഇയറിൽ വെച്ചിട്ട് ഞാൻ അവിടെ MCCയിൽ നമ്മൾ ഹോസ്റ്റൽസിനെ ഹോൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ മാർട്ടിൻ ആയിരുന്നു എൻ്റെ ഹോളിൻ്റെ പേര്. അവിടെ ഞാൻ LND സെക്രട്ടറി, ലിറ്റററി ആൻഡ് ഡിബേറ്റിംഗ് സെക്രട്ടറി. അപ്പോൾ അവിടെ വെച്ച് ഇത്രയും വലിയൊരു ക്രൗഡിനെ ഫേസ് ചെയ്യുക, അതും ഇംഗ്ലീഷിൽ ഫേസ് ചെയ്യുക എന്നുള്ളത് എനിക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞാൻ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തിട്ട് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചു. പിന്നെ PG കഴിഞ്ഞു, ഇപ്പം ഇൻ്റർവ്യൂ കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഐ ആം ഫുൾ ഓഫ് കോൺഫിഡൻസ് ദാറ്റ് ഇംഗ്ലീഷ് ഇപ്പോൾ എൻ്റെ ഒരു സ്ട്രോങ് എൻ്റെ ഒരു സ്ട്രെങ്ത് ആയിട്ട് മാറുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഞാനൊരു ഇപ്പം എങ്ങനെയാണോ ഞാൻ സംസാരിക്കുന്ന ആ ഒരു ലെവലിലോട്ട് എത്തുന്നത്. ഭിത്തിയിൽ ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസിൽ ശരിക്കും ശ്രീജ വന്നപ്പോൾ ഞാൻ നോട്ട് ചെയ്തതാണിത്. ഭിത്തിയിൽ ശ്രീജ IFS എന്ന് എഴുതി വെച്ചു. ഇത് ശരിക്കും എന്നാണ് എഴുതി വെച്ചത്? ഞാനിത് ആക്ച്വലി മെയ് 2024 എഴുതി വെച്ചതാണ്. കഴിഞ്ഞ വർഷം ആ സമയം പ്രിലിംസിൻ്റെ സമയമായിരിക്കും അല്ലേ? അല്ല, ക്ലാസ്സസ് തുടങ്ങുന്ന സമയം. ഞാൻ മെയ് 2024 ഫോർച്യൂൺ ജോയിൻ ചെയ്യുന്നത്. ഞാൻ അപ്പോൾ എഴുതി വെച്ചതാണ്. കാരണം ഈ എക്സാം ഭയങ്കര ടഫായിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഓൾമോസ്റ്റ് 1 ഇയർ കഷ്ടപ്പെടണം. പ്രിലിംസ് കിട്ടിയാൽ കിട്ടി, മെയിൻസ് കിട്ടിയാൽ കിട്ടി, ഒരു ലക്ക് ഫാക്ടർ എപ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് വീണ്ടും ഈ പ്രോസസ്സിൽ കൂടെ കടന്നു പോകാൻ തീരെ വയ്യായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ചു, ഞാൻ ഇങ്ങനെ എഴുതി വെക്കും. കാരണം 10ാം ക്ലാസ്സിൽ ഞാൻ എഴുതി വെച്ച് full A+ മേടിച്ചു. +2 ഞാൻ എഴുതി വെച്ചു 1200 ഞാൻ മേടിച്ചു. അപ്പം ഞാൻ ആലോചിച്ചു, ഐ എം ഗോയിങ് ടു റിപ്പീറ്റ് ദ സെയിം തിങ്. ആൻഡ് അങ്ങനെയാണ് ഞാൻ ശ്രീജ JS IFS എന്ന് എഴുതി വെക്കുന്നത്. അപ്പം ഞാൻ അത്യാവശ്യമായിട്ട് ഉഴപ്പി പഠിച്ച ആളാണ്. ഞാൻ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അപ്പം ആ ഒരു ലിബർട്ടി ഉണ്ടല്ലോ, ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാം, അതെ സ്കിപ്പ് ചെയ്യാം, എല്ലാ ലിബർട്ടി ഉണ്ടായിരുന്നു. പക്ഷേ ഉഴപ്പിൻ്റെ സമയത്തെല്ലാം എനിക്കൊരു ഡിറ്റർമിനേഷൻ, വിൽ പവറൊക്കെ വരുന്നത് ഇത് കാണുമ്പോഴായിരുന്നു. ഇതെനിക്ക് നേടിയെടുത്തേ പറ്റുള്ളൂ എന്നൊരു വാശി, അങ്ങനെയാണ് എനിക്ക് വന്നത്. അപ്പം ആ ഒരു മോട്ടിവേഷൻ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഞാൻ എഴുതി വെച്ചത്. ആൻഡ് അറ്റ് ദി എൻഡ് അത് ട്രൂ ആയി. ശരിക്കും എൻ്റെ ചേട്ടൻ്റെ മകൾ പാർവതി സിവിൽ സർവീസ് കോച്ചിങ്ങിന് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറയുമായിരുന്നു 2 വർഷം കൊണ്ട് എന്ന രീതിയിലാണ് ഫോക്കസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്നോട് കുട്ടി പറഞ്ഞത്, ഈ ചേച്ചിയോട് ചോദിക്കണം ഇതെങ്ങനെയാണ് ഞാൻ ഇൻ്റർവ്യൂ ചെയ്യാമെന്ന് അറിഞ്ഞപ്പോൾ, ഈ 1 വർഷം എനിക്ക് ശരിക്കും അൺബിലീവബിളാണ്. 1 ഇയർ കൊണ്ട് ഒന്നിനും സമയം കിട്ടത്തില്ല, ഇത് എങ്ങനെ അച്ചീവ് ചെയ്തു എന്ന് ഇപ്പോൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ ശ്രീജയ്ക്കും തോന്നാറുണ്ടോ?
തീർച്ചയായിട്ടും. കാരണം എൻ്റെ കൂടെയുള്ള ഒത്തിരി ആൾക്കാരാണെങ്കിലും അവർ ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് റാങ്കൊക്കെ കിട്ടിയത്. അപ്പോൾ ചില സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കും, ഞാൻ വെറുതെ ഫ്ലൂക്കിന് വല്ലതും ജയിച്ചതാണോ? എന്ത് മാജിക്കാണ് ഇവിടെ നടന്നത് എനിക്ക് ഈ ഒരു റാങ്ക് കിട്ടാനും കേരള ടോപ്പർ ആകാനും. ടോപ്പറായി എന്നെക്കാളും എത്രയോ എന്നെക്കാളും മിടുക്കരായിട്ടുള്ള ആൾക്കാരാ റാങ്ക് മേടിച്ചിട്ടുള്ളത്. അപ്പം ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നുണ്ട് എങ്ങനെ ഇത് സംഭവിച്ചു എന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നു അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ആ ഡിറ്റർമിനേഷനും വിൽ പവറും ആണ് എന്നെ ഇവിടെ എത്തിച്ചതെന്ന് തോന്നുന്നു. കാരണം എനിക്ക് തോറ്റു കൊടുക്കാനുള്ള മനസ്സില്ലായിരുന്നു. മുന്നേ ഇല്ല, ഇപ്പോഴും ഇല്ല. എനിക്ക് എസ്പെഷ്യലി ഇപ്പോൾ CSAT എനിക്ക് മാത്സൊക്കെ ഒത്തിരി ഡിഫിക്കൽട്ടി ആയിട്ടുള്ള സബ്ജക്റ്റാണ്. ഞാനൊരു 2-3 ടെസ്റ്റിന് ഞാൻ പൊട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല മാത്സ് എന്നെ ബീറ്റ് ചെയ്തു എന്നുള്ളത്. ആൻഡ് ഐ വാസ് ലൈക്ക് യു കാൺട്ട് ബീറ്റ് മീ. മാത്സ് എന്നെ ബീറ്റ് ചെയ്തു എന്നല്ലേ? മാത്സ് എന്നെ ബീറ്റ് ചെയ്തു. ആൻഡ് ഐ വാസ് ലൈക്ക് നോ, ഐ ആം നോട്ട് ലെറ്റിംഗ് മാത്സ് ബീറ്റ് മീ, നെവർ എവർ. ഈ ഒരു തോട്ടായിരുന്നു എനിക്ക്. തോറ്റെടുക്കാനുള്ള മനസ്സ് തീരെ ഇല്ലായിരുന്നു. ആൻഡ് ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓൺ ഇറ്റ് ആൻഡ് ഐ ഡെവലപ്ഡ് എ ബ്രില്യൻറ്റ് സ്ട്രാറ്റജി ദാറ്റ് ഹെൽപ്പ് മീ ഔട്ട്. അങ്ങനെയാണ് ഞാൻ CSAT പാസ്സാകുന്നത്. എഗെയിൻ സെയിം തിങ് ഇൻ മെയിൻസ്. ആൻസർ റൈറ്റിംഗ് ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരുന്നു എനിക്ക്. ആദ്യത്തെ കുറച്ച് ദിവസം അമ്മയെ വിളിച്ച് കരച്ചിലായിരുന്നു, എന്നെക്കൊണ്ട് പറ്റുന്നില്ല, മാർക്ക് കിട്ടുന്നില്ല, എനിക്ക് എന്തിനാണ് പ്രിലിംസ് കിട്ടിയത്, ഈ ഒരു പറച്ചിൽ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അമ്മ പറഞ്ഞു യു വിൽ ബി ഏബിൾ ടു ക്രാക്ക് ഇറ്റ്. എഗെയിൻ എസ് എനിക്ക് വലിയ ഇഷ്യൂ ആയിരുന്നു. ആദ്യം SAക്കൊക്കെ ഒത്തിരി മാർക്ക് കുറവാണ്. ആൻഡ് കോൺഫിഡൻസ് ലെവൽ നേരെ താഴോട്ട് വന്നു. ലൈക്ക് എനിക്ക് ഇംഗ്ലീഷിൽ എഴുതാൻ അറിയത്തില്ലേ, ക്രിയേറ്റിവിറ്റി ഇല്ലേ, ഞാൻ ഇത്രയൊക്കെ വായിച്ചത് പിന്നെ എന്തിനാ, ഇങ്ങനത്തെ ഒരു തോട്ടായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ആൻഡ് അഗെയിൻ ഐ ടോൾഡ് മൈ സെൽഫ് ഐ എം നോട്ട് ഗോണ ലെറ്റ് എസ് എ ബീറ്റ് മീ. ആൻഡ് ദെൻ ഞാൻ വർക്ക് ചെയ്തു, ഞാൻ കോൺഷ്യസ്ലി എഫേർട്ട് എടുത്ത് ഈ സിവിൽ സർവീസ് എന്നെ തോൽപ്പിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള ഒരു വിൽ പവർ ഉണ്ട്. അതുണ്ടായിരുന്നു. ഞാൻ എൻ്റെ അടുത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യമായിരുന്നു, എനിക്ക് തോക്കാൻ മനസ്സില്ല, ഞാൻ എന്നെ തോൽപ്പിക്കാൻ അനുവദിക്കുകയില്ല, എസ്പെഷ്യലി സിവിൽ സർവീസസ് എക്സാമിനേഷൻ. അപ്പം എനിക്കൊന്ന് അത് തന്നെയാണെന്ന് തോന്നുന്നു എന്നെ ഇതുവരെ എത്തിച്ചത്. ഇതൊരു വൈറൽ കട്ടാണ്. കാരണം കുട്ടികൾ എല്ലാവരും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ ശരിക്കും എന്തായാലും ഇപ്പം എനിക്ക് തന്നെ അറിയില്ല കിട്ടി എന്ന് പറഞ്ഞാലും അങ്ങനെയല്ല, അങ്ങനെ ഒരു ഈസി ടാസ്ക് അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, കേൾക്കുന്നവർക്കും അറിയാം. ശരിക്കും നമ്മൾ ഇപ്പം പത്രവായന എല്ലാവരും പറയുന്നതാണല്ലോ, കുറച്ച് ബ്രോഡായിട്ടുള്ളൊരു വായന, പിന്നെ കറണ്ട് അഫയേഴ്സിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കണം. അങ്ങനെ അത് നേരത്തെ തുടങ്ങിയിരുന്നോ? അതോ നമ്മൾ ശരിക്കും ഇപ്പം കുറച്ചുകൂടെ ഞാൻ ഒരു സ്പെസിഫിക്കായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇനി വരുന്ന കുട്ടികൾക്കും അതായത് IAS ആസ്പിരൻസിനും ഒക്കെ ഒരു ശരിക്കും ഒരു മാർഗദർശി എന്ന രീതിയിലാകാവുന്ന ഒരു ചോദ്യമാണ് ഞാൻ പറയുന്നത്. കാരണം ഇപ്പോൾ പ്ലാൻ ചെയ്യുകയാണ് നമ്മൾ, ശരിക്കും ചിലർ 10ാം ക്ലാസ് അല്ലെങ്കിൽ സ്കൂൾ തലം തൊട്ടേ ഇതുപോലെ പത്രം വായിക്കുക അങ്ങനെ ഉണ്ടോ? അതോ നമ്മൾ ശരിക്കും ഒരു വർഷത്തെയോ 2 വർഷത്തെയോ ഈ ഷോർട്ട് പീരീഡിലെ കറണ്ട് അഫയേഴ്സൊക്കെ നോക്കിയാൽ മതിയോ? ഈ ഒരു എക്സാമിൻ്റെ പ്രോസസ്സ് ഞാൻ പറയുന്നത് പ്രിലിംസിനും മെയിൻസിനും ഇൻ്റർവ്യൂവിനും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുമല്ലോ. അപ്പോൾ അങ്ങനൊരു വായന, പത്രവായന, ഇതൊക്കെ ശരിക്കും ആ ഒരു സ്റ്റേജ്, പിന്നെ പ്രിപ്പറേഷൻ്റെ സ്റ്റേജ്, അതൊന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊന്ന് പറയാമോ? കാരണം കേൾക്കുന്ന കുട്ടികൾക്കത് വളരെ ഉപയോഗപ്രദമാകും. ആക്ച്വലി എനിക്ക് കുഞ്ഞുനാൾ മുതലേ വായിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആ സമയത്ത് നമ്മുടെ വീട്ടിൽ മലയാള മനോരമ പത്രമാണ് വരുത്തുന്നത്. അപ്പം ഞാനിരുന്ന് പത്രം വായിക്കും. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഒക്കെ അറിയാം, ജനറൽ നോളജ് ഇംഗ്ലീഷ് പത്രം വായിച്ചിരുന്നില്ല? സാധാരണ ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയാറുണ്ടല്ലോ. ഇല്ല, ചെയ്തില്ല. ഞാൻ വായിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് 7th എങ്ങാണ്ടെന്ന് തോന്നുന്നു. ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയി പറയും, അച്ഛൻ എനിക്ക് ഹിന്ദു പത്രം വായിക്കണം. പക്ഷേ അന്ന് വായിക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവാറില്ല. അതെ, ഞാൻ ഏതായി വായിക്കുന്നതെന്ന് ആ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. പിന്നെ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ ഇനി വേണ്ട, എന്നെക്കൊണ്ട് പറ്റത്തില്ല. ഞാൻ അച്ഛൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു, പിന്നെ അത് നിർത്തിച്ചു. അപ്പോൾ ഇപ്പോൾ അതെനിക്ക് തോന്നുന്നു പിന്നീട് ഓവർ ടൈം എനിക്ക് പെട്ടെന്ന് പിക്കപ്പ് ചെയ്യാൻ പറ്റി. പക്ഷേ ഇപ്പം എനിക്ക് കുട്ടികളുടെ അടുത്ത് പറയാനുള്ളതാണെങ്കിൽ പത്രം വായിക്കണം. ലൈക്ക് നമ്മുടെ ചുറ്റും എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമ്മൾ അറിയണമല്ലോ. എനിക്ക് തോന്നുന്നു ഫോണിൽ ന്യൂസൊക്കെ വായിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് നമ്മൾ ഓഫ്ലൈൻ ആ ഒരു പത്രവായന എന്ന് പറയുന്നത്. ലൈക്ക് നമ്മൾ വായിക്കുന്നതൊക്കെ പലപ്പോഴും നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. പിന്നെ എനിക്കൊക്കെ ആണെങ്കിൽ പത്രത്തിൽ മാർക്ക് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്, വായിക്കുന്ന കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്യുകയൊക്കെ. എനിക്ക് അങ്ങനെയാണ് ഞാൻ പല കാര്യങ്ങളും ഓർത്തിരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള നമ്മുടെ സ്ട്രെങ്ത് മനസ്സിലാക്കാൻ എനിക്കൊന്ന് പത്രം വായന ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പം കുട്ടികളാണെങ്കിലും ഇപ്പം വായനയില്ല, പത്രവായനയില്ല. ഇപ്പം പിന്നെ BTSലെ ഓരോ വ്യക്തികളുടെ പേരറിയാവുന്ന കുട്ടികൾക്കും ഇവിടെ ഈ അടുത്ത് ഞാൻ TV കണ്ട് ഞെട്ടിപ്പോയൊരു കാര്യമാണ്. ആദ്യത്തെ മുഖ്യമന്ത്രിയുടെ പേര് ചോദിച്ചിട്ട്
കുട്ടികൾക്ക്, അതും യൂത്ത് ഫെസ്റ്റിവലിൻ്റെ വേദിയിലുള്ള പിള്ളേരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അറിയില്ല. പത്രവായന അത്യാവശ്യമായിട്ട് അതിപ്പം സിവിൽ സർവീസിന് ഇറങ്ങുന്നോ ഇറങ്ങാത്തതോ ദാറ്റ്സ് എ ഡിഫറെൻറ്റ് മാറ്റർ അതൊരു നോർമൽ എന്നുള്ള രീതിയിലേ ഉള്ളൂ. അതിന് വേണ്ടി പ്രത്യേകമായ ഒരു വായന നടത്തിയിട്ടില്ല. ഇല്ല. പക്ഷേ നമ്മൾ എക്സാം ഫോക്കസ് ചെയ്യുമ്പോൾ ആ ഒരു വർഷം കൂടുതലായിട്ട് വായിക്കണം. അതെ എക്സാം ഫോക്കസ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഗെയിം ഓൾ ടുഗെദർ. നമ്മൾ പർപ്പസ്ഫുള്ളി വായിക്കണം. പർപ്പസ്ഫുള്ളി നമുക്ക് വേണ്ട കാര്യങ്ങൾ പിക്ക് ഔട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളത്. എന്നാൽ മാത്രമേ പത്രം വായിച്ചതുകൊണ്ട് ഗുണം ഉണ്ടാകത്തുള്ളൂ. ഞാൻ എങ്ങനെ നോട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റിൽ തുടങ്ങുമ്പോൾ. പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ആ വഴിക്ക് പിന്നീട് പോകാൻ പോകുന്നില്ല. റിവിഷനൊക്കെ ആണെങ്കിൽ ബൾക്കി നോട്ട്സ് കാണുമ്പോൾ നമുക്ക് വായിക്കാൻ തോന്നത്തില്ല. എനിക്കത് സംഭവിച്ചായിരുന്നു. പിന്നെ ഞാൻ മനസ്സിലാക്കി പത്രം വായിക്കുന്നതുകൊണ്ട് ലാംഗ്വേജ് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യും. പരന്ന വായന വിശാലമായിട്ടുള്ള പേഴ്സ്പെക്റ്റീവ്സ് തരും. അത് മതി. പിന്നെ കറണ്ട് അഫയേഴ്സ് മാഗസിൻസിനാണ് ഞാൻ റിലേ ചെയ്തുകൊണ്ടിരുന്നത്. അതെന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു എന്ന് തോന്നുന്നു. ഏതൊക്കെ മാഗസിൻസ്? നമ്മുടെ ഫോർച്യൂൺ അക്കാഡമിയുടെ തന്നെ പ്രിസൈസ് എന്നൊരു മാഗസിൻ ഉണ്ടായിരുന്നു, മന്ത്ലി മാഗസിൻ. ഐ യൂസ് ടു റീഡ് ദാറ്റ്. ഐ യൂസ് ടു റിവൈസ് ഇറ്റ് കൺസിസ്റ്റൻ്റ്ലി. അപ്പം അതിൽ കൺസൈസ് ആയിട്ട് 100 ടോപ്പിക്സിനെ ഒരു 30 to 33 പേജസിൽ കൺസൈസ് ആയിട്ട് ചെയ്യും. അപ്പം അത് മാത്രം മതി ആക്ച്വലി പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ എനിക്കൊരു ബോധ്യം വരുന്നത് പ്രിലിംസ് ടെസ്റ്റ് സീരീസ് നടക്കുന്ന സമയത്താണ്. പിന്നെ ഞാൻ അത് മാത്രം റിലൈ ചെയ്തിട്ടുള്ളൂ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അങ്ങനെ. പിന്നെ PYQs എസെൻഷ്യലാണ്. എനിക്ക് ആദ്യം അതിൻ്റെ വാല്യൂ മനസ്സിലാക്കുന്നില്ല. എൻ്റെ ടീച്ചേഴ്സ് എപ്പോഴും ക്ലാസ്സിൽ പറയും PYQ നോക്കണം. ഞാൻ വിചാരിക്കും അതിൽ ജസ്റ്റ് ആൻസറൊക്കെ പഠിച്ച് പോയാൽ മതി, അതിന് ചുറ്റിപ്പറ്റുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മതി. പക്ഷേ PYQൻ്റെ യൂട്ടിലിറ്റി എനിക്ക് മനസ്സിലാകുന്നത് നമ്മുടെ എക്സാമിനോട്ട് അടുക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ കോംപ്രഹെൻസീവ്സ് ഒക്കെ ഏപ്രിൽ മിഡോടെ തീരും. പിന്നെ ഓൾമോസ്റ്റ് നമുക്ക് 1.5 months കിട്ടും. ഓൾമോസ്റ്റ് 1 month കിട്ടും. അപ്പോൾ ഞാൻ PYQs ഞാൻ സ്പൈറൽ ബൈൻഡ് ചെയ്തു. എന്നിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ബൈ ക്വസ്റ്റ്യൻ ഇങ്ങനെ നോക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി UPSCക്ക് ഒരു സെപ്പറേറ്റ് ലാംഗ്വേജ് ഉണ്ട്. UPSC ഓരോ ക്വസ്റ്റ്യനിലും എന്തെങ്കിലും ക്ലൂസ് ഒക്കെ ഇടാറുണ്ട്. അപ്പം ഇത് ടാക്കിൾ ചെയ്യുവാണെങ്കിൽ പ്രിലിംസിന് മാർക്ക് സ്കോർ ചെയ്യാൻ നല്ല എളുപ്പമാണെന്ന് എനിക്ക് മനസ്സിലാകുന്ന ആ ഒരു ഗ്യാപ്പിലാണ്. അങ്ങനെ ഞാൻ 1 മാസം PYQs മാത്രമേ നോക്കിയിട്ടുള്ളൂ. പ്ലസ് റിവൈസിങ് ദ കണ്ടന്റ് ഐ ഹാഡ്. അപ്പം അതെനിക്ക് പ്രിലിംസിന് വർക്കൗട്ടായി. കാരണം എനിക്ക് പ്രിലിംസിന് ഞാൻ വിചാരിച്ചതിനേക്കാളും എനിക്ക് സ്കോറുണ്ട്. എനിക്ക് GS 1-ന് 1,111 ഉണ്ട്. അപ്പം അത് തന്നെ എനിക്ക് തോന്നുന്നു ഇത് ഇങ്ങനൊരു ഡിസിപ്ലിനോടെ ചെയ്തത് കൊണ്ടാകണം എനിക്ക് കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് PYQs ആക്ച്വലി ഈസ് നോൺ നെഗോഷ്യബിൾ ഇൻ ദിസ് പ്രിപ്പറേഷൻ. അപ്പോൾ അങ്ങനെ പ്രിലിംസ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ശരിക്കും ഈ പ്രിലിംസിന് എത്ര പലരും പറയുന്നതൊക്കെ 10 മണിക്കൂർ പഠിക്കുന്നു, 11 മണിക്കൂർ പഠിക്കുന്നു. ശരിക്കും ഒരു പ്രിപ്പറേഷൻ ടൈം എങ്ങനെയായിരുന്നു? ഈ ഒരു 1 year പ്രോസസ്സ് ഞാൻ ചോദിക്കാം. ആക്ച്വലി എനിക്ക് അവേഴ്സ് കണക്ക് ഒരിക്കലും വർക്കാവാത്ത ഒരാളാണ്. കാരണം എനിക്ക് എൻ്റെ ഒരു ഷെഡ്യൂളുണ്ട്. ഞാൻ അത്യാവശ്യം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരാളാണ് ഈ ഒരു കാര്യത്തിൽ. കാരണം ക്ലാസ്സസ് നമുക്ക് 6 hours ഉണ്ടായിരിക്കും. 4 hours ഓഫ് GS ആൻഡ് 2 hours ഓഫ് ഓപ്ഷണൽ. അത് കഴിഞ്ഞിട്ട് ഡെയിലി പ്ലാനിൽ എന്തൊക്കെ തീർക്കാനുണ്ടോ അതിന് എനിക്ക് പറ്റുന്ന പോലെ തീർക്കുക. മാക്സിമം പറ്റിയ ഫുൾ തീർത്തിട്ട് കിടക്കുക. ഇതായിരുന്നു എൻ്റെ ഗോൾ. അപ്പം അതിന് എത്ര സമയം എടുക്കും ഞാൻ അത് ചിലവഴിക്കും. അതൊരു അൺഹെൽത്തി പ്രാക്ടീസ് ആയിരുന്നു ആക്ച്വലി. ഈ ഒരു കൈൻഡ് ഓഫ് ഒബ്സഷൻ കാരണം ഞാൻ ഹെൽത്തും സ്ലീപ്പൊക്കെ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ടൈം കഴിയുമ്പോൾ ഞാൻ രാത്രി ഇരുന്ന് പഠിക്കുന്ന ആളാണ്. അപ്പം ഒരു 10 മണിക്ക് കഴിയുമ്പോഴായിരിക്കും എനിക്ക് പഠിക്കാൻ ഭയങ്കര മോട്ടിവേഷൻ കിട്ടുന്നത്. ആ സമയം എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റത്തില്ല. പഠിച്ച് തീർത്തില്ല എന്നൊരു തോട്ട് മാത്രമായിരിക്കും മനസ്സിലുണ്ടാകുന്നത്. അപ്പം അത് ചില സമയങ്ങളിൽ ഇങ്ങനെ 3 മണിക്ക് പോകാറുണ്ട്, 4 മണിക്ക് പോകാറുണ്ട്, 5 മണിക്ക് പോകാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവേഴ്സ് ഞാൻ നോക്കിയിട്ടില്ല. എത്ര സമയം എടുക്കും അത്രയും സമയം ഇരുന്ന് പഠിക്കുക. പല ആൾക്കാരും പറയും 15 മണിക്കൂർ പഠിച്ചു, 16 മണിക്കൂർ പഠിച്ചു എന്നൊക്കെ. ഇതിൻ്റെ പ്രശ്നം എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് നമ്മൾ അവേഴ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പേർപ്പസ് ചില സമയത്ത് നമ്മൾ മറന്നു പോകും. അത്രയും അവർ പഠിച്ച് നമുക്ക് കിട്ടും എന്നുള്ളൊരു തോട്ട് കാരണം നമ്മൾ ക്വാളിറ്റി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക മേ ബി കോംപ്രമൈസ് ആവും. കാരണം ഞാൻ 2-3 ഇൻസ്റ്റൻസസിൽ ശ്രമിച്ചപ്പോൾ എനിക്ക് അതാണ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ അത് ഓരോരുത്തർ കണ്ടുപിടിക്കണം അവരുടെ സ്ട്രെങ്ത് എന്താണെന്ന് ഞാൻ പറയും. എനിക്ക് ഒരിക്കലും വർക്കായിട്ടില്ല. ആൻഡ് ടൈം അവിടെ ഒരു ഫാക്ടറി ആയിരുന്നില്ല. ടൈം എനിക്കൊരു ഫാക്ടറി ആയിരുന്നില്ല. പക്ഷേ ഇറ്റ്സ് ക്വൈറ്റ് അൺഹെൽത്തി. ഞാൻ അഡ്വൈസ് ചെയ്യില്ല അങ്ങനെ ചെയ്യണം എന്ന്. ബട്ട് സ്റ്റിൽ ഐ തിങ്ക് എവരിബഡി ഷുഡ് ഫൈൻഡ് ദെയർ ഓൺ മെക്കാനിസം ടു ഡു. അതെ, ഓരോരുത്തർക്കും അത് ഒരു കസ്റ്റമൈസ് ആണെന്നുള്ള രീതിയിൽ കസ്റ്റമൈസ് ആക്കണം. അപ്പോൾ പ്രിലിംസ് കഴിഞ്ഞു. അപ്പോൾ പ്രിലിംസ് കഴിയുമ്പോൾ ശരിക്കും എനിക്ക് പ്രിലിംസ് കിട്ടുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ എക്സാം കഴിഞ്ഞിട്ട്? അത് ആക്ച്വലി ഞാൻ യൂഷ്വലി കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് പലരും പറയാറുണ്ട്. പക്ഷേ ഞാനത് അക്സെപ്റ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. അതിപ്പം ഞാൻ എത്ര ബ്രില്യൻ്റായിട്ട് ചെയ്താലും എൻ്റെ ഇൻറ്റേർണൽ ക്രിട്ടിക്ക് അത്യാവശ്യം സ്ട്രോങ് ആണ്. അപ്പോൾ ഭയങ്കര ഇൻറ്റേർണൽ ഹൈ സ്റ്റാൻഡേർഡ്സ് ഉള്ള ഒരാളും കൂടി ആയതുകൊണ്ട് ഞാനത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പം ഞാനത് പാരൻസ് ആണെങ്കിലും
ഞാൻ സംസാരിച്ച എൻ്റെ മെൻറ്റേഴ്സ് ആണെങ്കിലും പറയും ശ്രീജ യു വിൽ ക്രാക്ക് ഇറ്റ്, ദർ ഇസ് നത്തിങ് ടു ബി വറീഡ് അബൌട്ട്. അപ്പം ഞാൻ ആലോചിക്കും സീസാറ്റ് ഇപ്പം മാർജിനിലാണെങ്കിൽ ഇപ്പം എങ്ങനെയാണ് നടക്കുന്നത് എന്നൊക്കെ ആലോചിക്കും. അപ്പം എൻ്റെ മെൻറ്റേഴ്സ് പറഞ്ഞു, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ സീസാറ്റ് ഫാക്കൽറ്റി ഷിയ സർ പറയും, കണ്ണ് പൊട്ടരുത് മെയിൻസ് പഠിച്ചോ, യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ത്രൂ. പലരും ഇത് തന്നെ പറഞ്ഞു, യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ത്രൂ. അപ്പം പിന്നീട് റിസൾട്ട് വന്നപ്പോഴത്തേക്കും അതൊന്നും അവർക്ക് സർപ്രൈസ് ആയിരുന്നില്ല, ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് എ സർപ്രൈസ് ഫോർ മീ. ഇപ്പോഴും എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അതെ, ഇതാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മെയിൻസിലും സെയിം തിങ്. എൻ്റെ മെൻറ്റേഴ്സ് ആയിട്ടുള്ള അച്യുത് സാറും നിതിൻ സാറും പറഞ്ഞു, യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ആൻ ഇൻ്റർവ്യൂ കോൾ. ആൻഡ് ഐ വാസ് ലൈക്ക് ഓക്കെ ലെറ്റ് സീ. ബട്ട് ദെൻ അവർ സോ ഷുവർ ആയിരുന്നു ഞാൻ എന്തായാലും ലിസ്റ്റ് കയറുന്നു. ബട്ട് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഇച്ചിരി ഡിഫിക്കൽട്ട് ഉണ്ടായിരുന്നു. മെയിൻസ് റിസൾട്ട് വന്നു, നത്തിങ് സർപ്രൈസിങ് ഫോർ ദം ബട്ട് സർപ്രൈസ് ഫോർ മീ. ആൻഡ് അഗെയിൻ മെയിൻസിൻ്റെ ഒരു പ്രിപ്പറേഷൻ ഒന്ന് പറയാമോ എങ്ങനെയായിരുന്നു എന്നുള്ളത്? മെയിൻസിൻ്റെ പ്രിപ്പറേഷൻ എനിക്കത് ആക്ച്വലി ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മുടെ മെൻറ്റേഴ്സും ടീച്ചേഴ്സൊക്കെ പറയും, പ്രിലിംസിനൊപ്പം നിങ്ങൾ മെയിൻസ് പഠിക്കണം, മാറ്റി വെക്കരുത്. ഞാൻ വിചാരിച്ചത് പ്രിലിംസ് കിട്ടിയിട്ടല്ലേ മെയിൻസ്, ആദ്യം പ്രിലിംസ് നോക്കാം എന്നിട്ട് നമുക്ക് മെയിൻസ് പഠിക്കാം. അത് ഏറ്റവും വലിയൊരു മണ്ടത്തരമായിരുന്നു. കാരണം ഫിലിംസിൻ്റെ കൂടെ തന്നെ പ്രാക്ടീസ് ചെയ്ത് പോകണം എന്നാണോ പറയുന്നത്? ആണ്. അതെ, നമ്മൾ PCM കോഴ്സസിലാണെങ്കിൽ അങ്ങനെയാണ്. പ്രിലിംസിനൊപ്പം തന്നെ നമ്മൾ മെയിൻസിൻ്റെ ക്ലാസ്സസ് നടക്കും, ആൻസർ റൈറ്റിങ്ങും സെഷൻസും നടക്കും. പക്ഷേ ഞാനതൊന്നും അത്രയും ശ്രദ്ധ കൊടുത്തില്ലായിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കും എനിക്ക് പ്രിലിംസ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഗ്യാപ്പിലാണല്ലോ നമ്മുടെ മെയിൻസ് ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 2 വീക്സ് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. കാരണം കോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ നന്നായിട്ട് ആൻസർ എഴുതുന്നു, എനിക്ക് അവരുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കര വിഷമം തോന്നും. അപ്പം വരുന്നൊരു സംഭവമാണ് ഗിൽട്ട്. ഉള്ള സമയം മര്യാദയ്ക്ക് ഉപയോഗിച്ചില്ല, എന്നിട്ട് ഇപ്പം തരുന്നു കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം എനിക്ക് തന്നെ ഒരു വല്ലായ്മ തോന്നി. അപ്പം ഞാൻ ആലോചിച്ച് ഇനി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ആൻഡ് ഐ ഓൾവേസ് തിങ്ക് ദാറ്റ് എക്സ്ക്യൂസസ് ഡോണ്ട് ഗെറ്റ് റിസൾട്ട്സ്. അത് എൻ്റെ കോളേജ് പ്രൊഫസറിൻ്റെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്രൊഫസറിൻ്റെ ബയോയിലുള്ളതാണ്, എക്സ്ക്യൂസസ് ഡോണ്ട് ഗെറ്റ് റിസൾട്ട്സ്. അതെൻ്റെ മനസ്സിൽ കയറിക്കൂടിയതിന് ശേഷം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും ഞാനിങ്ങനെ ഗിൽട്ട് അടിക്കാണ്ട് വൈൻ ചെയ്തിരുന്നിട്ട് കാര്യമില്ല. യു ജസ്റ്റ് ഹാവ് ടു ഗോ ഫോർവേഡ്. പിന്നെ ഞാൻ പതിയെയാണ് ആൻസർ റൈറ്റിങ്ങിൽ ഇമ്പ്രൂവ് ആവാൻ തുടങ്ങുന്നതും. ആൻഡ് ഐ മസ്റ്റ് താങ്ക് മൈ മെൻറ്റേഴ്സ്, ബോത്ത് അച്യുത് സർ ആൻഡ് നിതിൻ സർ. കാരണം പാതിരാത്രി 3 മണിക്കൊക്കെ മെസ്സേജ് അയച്ചാലും either one of them would be awake and would be there to help me out. ആൻഡ് എല്ലാ സജഷൻസും അവർ എൻ്റെ കൂടെ ഇരുന്ന് ലൈൻ ബൈ ലൈൻ വായിച്ചിട്ടായിരിക്കും എനിക്ക് കറക്ഷൻസ് പറഞ്ഞിരുന്നത്. അപ്പം റീസെൻ്റ്ലി അവർ പറയുന്നുണ്ടായിരുന്നു, ശ്രീജയുടെ അടുത്തൊരു സജഷൻ പറഞ്ഞാൽ ആ എറർ വീണ്ടും റിപ്പീറ്റ് ചെയ്യാറില്ലായിരുന്നു, അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കും, ഇമ്പ്രൂവ് ആയിരിക്കും. ഇതൊന്നും ഞാനൊന്നും നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ബട്ട് ഐ തിങ്ക് സംവെയർ അല്ലെങ്കിൽ എനിക്കിത് എൻ്റെ പേഴ്സണാലിറ്റിയുടെ ഒരു ഫാക്ടറാണ് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഓവർ ദി ടൈം എനിക്ക് ഓക്കെ ആയി. പക്ഷേ ഇതും കൂടെ പറയണം, എനിക്ക് ഇതിൻ്റെ ഇടയിൽ 3 പാനിക് അറ്റാക്ക് വന്നായിരുന്നു. ആദ്യത്തെ ഒരു പാനിക് അറ്റാക്ക് വന്നത്, ഇത് 3ഉം ഓവർ തിങ്കിങ്ങിൻ്റെ റിസൾട്ടായിരുന്നു. ആദ്യം വന്നത് GS2ൻ്റെ ഒരു ടെസ്റ്റ് കഴിഞ്ഞു, അതെനിക്ക് പ്രോപ്പർലി ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഓവർ തിങ്കിങ് എക്സ്ട്രീം ആയപ്പോഴത്തേക്കും ഇതെന്നെക്കൊണ്ട് പറ്റത്തില്ല എന്നൊരു തോട്ട് മാത്രമേ വരുന്നുള്ളൂ. ഞാൻ ഹോസ്റ്റലിലും ആയിരുന്നു. അങ്ങനെ പെട്ടെന്ന് അത് പാനിക് അറ്റാക്കായി മാറി. കുറച്ച് സമയമെടുത്തു തിരിച്ച് വരാൻ. രണ്ടാമത് പാനിക് അറ്റാക്ക് വന്നത് എസ്സേ ആലോചിച്ചിട്ടായിരുന്നു. എസ്സേയിൽ എനിക്ക് മോശമായിട്ട് പോവുമായിരുന്നു. അപ്പം ഐ തോട്ട് വീണ്ടും ഇത് തന്നെയാണ്, സ്വയം ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അത്രയും സെൽഫ് ഡൗട്ടാണ്, എന്നെക്കൊണ്ട് പറ്റത്തില്ല ഇത് ഞാൻ എഴുതുന്നത് ശരിയാവുന്നില്ല, ഐഡിയാസ് ഇല്ല, ഒന്നുമില്ല, ഇതെന്തോ എഴുതുന്ന ഈ ഒരു തോട്ട് മാത്രമേ ഉള്ളൂ. അതിങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് വന്നപ്പം വീണ്ടും പാനിക് അറ്റാക്കായി. അതും എൻ്റെ അടുത്ത് ടീച്ചേഴ്സൊക്കെ, എൻ്റെ മെൻറ്റേഴ്സിൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കുന്നുണ്ട്. അവർ പറഞ്ഞു, ശ്രീജ യു ഹാവ് ടു ജസ്റ്റ് റിലാക്സ്, നമുക്കറിയാം നീ നന്നായിട്ട് എഴുതുന്നതെന്ന്, യു ജസ്റ്റ് ഹാവ് ടു റിലാക്സ്. ചില കാര്യങ്ങൾ നമ്മൾ വെയിറ്റ് ചെയ്ത് തന്നെ നമ്മൾ പോസ് ചെയ്യണം, റിഫ്ലക്റ്റ് ചെയ്യണം, അപ്പോൾ അത് നാച്ചുറലി നന്നാവും. അപ്പം എഗെയിൻ അത് അപ്പോഴൊന്നും എനിക്കങ്ങനെ സെൻസ് ഉണ്ടാക്കുന്നില്ലായിരുന്നു. ബട്ട് ദെൻ അടുത്ത പാനിക് അറ്റാക്ക് വരുന്നത് എക്സാമിന് 3 ദിവസം മുന്നേ. അപ്പം ലാസ്റ്റ് ഫേസ് ആകുമ്പോഴത്തേക്ക് പഠിക്കുന്നതൊക്കെ മറന്നു പോവുക, റിവൈസ് ചെയ്തൊന്നും ഓർമ്മ നിൽക്കുന്നില്ല, പഠിക്കാൻ തോന്നുന്നില്ല. അപ്പം എഗെയിൻ വീണ്ടും പ്രശ്നമായി. പക്ഷേ എക്സാംസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അത്രയും ചില്ലുമായി. കഴിഞ്ഞു, എക്സാം കഴിഞ്ഞാൽ സമാധാനമായിട്ടിരിക്കാം. ഇപ്പം മാർക്സ് വന്നപ്പോഴും ഞാൻ സർപ്രൈസ് ആയിരുന്നു. ഞാൻ എസ്സേക്ക് വേണ്ടിയിട്ട് പാനിക് അറ്റാക്ക് വന്നു, അവസാനം എസ്സേക്ക് എനിക്ക് 130 മാർക്ക് കിട്ടി. ആൻഡ് അതെനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ GSൻ്റെ മാർക്ക് കുറവാണ്, എനിക്ക് 390s മാർക്ക് വന്നേക്കുന്നത്. പക്ഷേ എസ്സേയുടെ മാർക്കും ഓപ്ഷണലിൻ്റെ മാർക്കും കാരണമാണ് എനിക്ക് മെയിൻസിന്
ഞാൻ ക്വാളിഫൈ ഓപ്ഷണൽ ആകുന്നത്. ഏതായിരുന്നു? PSIR ആയിരുന്നു, പൊളിറ്റിക്കൽ സയൻസ് ഇന്റർനാഷണൽ അതല്ലേ റിലേഷൻസ്. PG അതെ, ചെയ്തതല്ലേ? എനിക്ക് 274 ഉണ്ട്. ആ. അപ്പം ഇത് രണ്ടിൻ്റെ മാർക്ക് കാരണമാണ് ഞാൻ 800 മെയിൻസ് എത്തുന്നത്. അപ്പോൾ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ മെയിൻസ് പ്രിപ്പറേഷനിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പിന്നോട്ട് നോക്കുമ്പോഴത്തേക്കും എന്നെക്കുറിച്ച് കുറേ കാര്യങ്ങൾ എനിക്ക് വീണ്ടും മനസ്സിലാക്കാൻ പറ്റി. ആ നെവർ ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡ്. പിന്നെ ആരെയും ബീറ്റ് ചെയ്യാൻ എന്നെ ബീറ്റ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊരു ഇത് മൊത്തത്തിൽ ഒരു ഐ ഓപ്പണിങ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ ഓവർ തിങ്കിങ്ങിൻ്റെ ബാഡ് ഇഫക്ട്സ്, പിന്നെ ഹെൽത്തിനുണ്ടാക്കുന്ന ഇഫക്ട്സ്, ഇതെല്ലാം എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റവും ഇംപ്ലിമെൻറ്റ് ഇൻ മൈ ലൈഫ് ഓൾസോ. അപ്പം അതായിരുന്നു മെയിൻസ് പ്രിപ്പറേഷൻ. നമ്മൾ ഈ 10 ലക്ഷത്തോളം പേരിൽ നിന്ന് 10,000 പേരിലേക്ക് എത്തുന്ന പ്രോസസ്സാണ് ആദ്യത്തെ കഴിഞ്ഞത്. അതെ. പ്രിലിംസ് ടു മെയിൻസ്. മെയിൻസ് 10,000-ൽ നിന്ന് ഏകദേശം 2,000-2,500 പേരിലേക്ക് എത്തുന്നതാണ് വന്നത്. ഇനി ആ 2,500 പേരിൽ നിന്ന് അടുത്തൊരു 1000 എന്നാണല്ലോ വെക്കുന്നത്. പക്ഷേ അതിൽ 57 വന്നു. ആ 2,500 പേരിൽ നിന്ന് ഇൻ്റർവ്യൂ, ആ ഒരു അനുഭവം പറയാം. അതിലുള്ള പ്രിപ്പറേഷൻ തൊട്ട് അങ്ങോട്ട് ഇൻ്റർവ്യൂ വരെ. മെയിൻസ് റിസൾട്ട് വന്നത് November 11 ഞാൻ അതിന് മുന്നേ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. റിസൾട്ട് വരുന്നതിന് മുമ്പ് അതെ, തുടങ്ങിയിട്ടുണ്ടായിരുന്നു. August 31 മോക്ക് ഇൻ്റർവ്യൂസ് ഒക്കെ വരുമല്ലോ, അങ്ങനെയല്ല, അങ്ങനെയല്ല? August 31 നമുക്ക് മെയിൻസ് കഴിഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് മെൻറ്റേഴ്സ് പറഞ്ഞു, ഇനി കുറച്ചൊന്ന് റിലാക്സ് ചെയ്യുക, ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ പതുക്കെ തുടങ്ങിയാൽ മതി, നോട്ടിഫിക്കേഷൻ വരാൻ കുറച്ച് വൈകും. പക്ഷേ ഒരു വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സമാധാനം കിട്ടുന്നില്ല. എൻ്റെ മനസ്സിൽ ഒരേ ഒരു ഇതെന്ന് വെച്ചാൽ ഇപ്പമുള്ള സമയം മാന്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ കുറച്ചുകൂടി ഈസി ആക്കും. ഹോബീസൊക്കെ എങ്ങനെയാലും സെറ്റാക്കാനുണ്ട്. ഐ ജസ്റ്റ് വാണ്ട് ടു യൂസ് ദിസ് ടൈം. അങ്ങനെ ഞാൻ എൻ്റെ മെൻറ്റർ നിതിൻ സാറിൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്പം സാറ് പറഞ്ഞു, ഹോബീസ് നമുക്ക് സെറ്റാക്കാം, ഡാഫ് നമുക്ക് സെറ്റാക്കാം എന്ന് പറഞ്ഞിട്ട് സാർ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. മീൻ വൈൽ ഗ്രൂപ്പ് ഡിസ്കഷൻസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അച്യുത് സാറായിരുന്നു ഞങ്ങളുടെ ഗ്രൂപ്പ് ഡിസ്കഷൻസൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം സാറാണെങ്കിലും എല്ലാ വീക്കിലും ഓരോ ടോപ്പിക് ഉണ്ടായിരിക്കും. അപ്പം അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴേ കണ്ടൻറ്റ് ബിൽഡ് ആവുന്നുണ്ടായിരുന്നു. പിന്നെ November 11 ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. November 11 റിസൾട്ട്സ് വരുന്നത്. പിന്നെ ഈ പ്രിപ്പറേഷൻ കുറച്ചുകൂടി സീരിയസ് ആവും. അപ്പോൾ പിയർ മോക്സ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിയർ മോക്സിലൊക്കെ പക്ഷേ എനിക്ക് ആദ്യം ഭയങ്കര ബാഡായിരുന്നു. കാരണം ഞാനൊന്നും സംസാരിക്കുന്നില്ല. എന്ന് വെച്ചാൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ഞാൻ ആൻസർ പറയുന്നില്ല. പിന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അറിയാണ്ട് കോൺട്രവേഴ്സിയിൽ എത്തുന്നു. അങ്ങനെ ആകെ പ്രശ്നം. അപ്പോൾ എനിക്കൊരിക്കലും കോൺഫിഡൻസ് കിട്ടുന്നില്ല എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന്. പിന്നെ 1-to-1സിനൊക്കെ ഞാൻ അത്യാവശ്യം മോശം പെർഫോമൻസ് ആയിരുന്നു എൻ്റെ ആദ്യത്തെ കുറച്ച് നാളുകളിൽ. അപ്പോൾ ടീച്ചേഴ്സ് പറയും യു വിൽ ബി ഏബിൾ ടു ഡു ഇറ്റ്. ശ്രീജയുടെ കേപ്പബിലിറ്റി നമുക്കറിയാം, പേടിക്കാനൊന്നുമില്ല, എല്ലാം ശരിയാണ്. പക്ഷേ എനിക്ക് വീണ്ടും ഇഷ്യൂസ് ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ 2-3 മോക്സ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എൻ്റെ കേപ്പബിലിറ്റി തന്നെ മനസ്സിലായത്. കാരണം എനിക്ക് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഫീഡ്ബാക്ക് കിട്ടുമായിരുന്നു. ലൈക്ക് യു ആർ എ വെൽ ആർട്ടിക്കുലേറ്റഡ് പേഴ്സൺ, നല്ല പ്ലസൻ്റ് ആണ്, ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ കൃത്യമായിട്ട് ആൻസർ പറയുന്നുണ്ട്, ആ ആ എഡ്യൂക്കേഷൻ കാണാനുണ്ടെന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോഴത്തേക്കും ഐ വാസ് ക്വൈറ്റ് സർപ്രൈസ്ഡ്. ഞാനിങ്ങനെ അന്തം വിട്ടിരിക്കുകയായിരുന്നു, ഇത് ഞാൻ തന്നെയാണോ, എന്നെക്കുറിച്ച് തന്നെയാണോ അവർ പറയുന്നതെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നാച്ചുറലി ആ കോൺഫിഡൻസ് വരുന്നത്. പിന്നെ എന്തും പറയുന്നുള്ള ആറ്റിറ്റ്യൂഡായി, ആ ഒരു ആറ്റിറ്റ്യൂഡിനൽ ഷിഫ്റ്റ് സംഭവിച്ചു. പിന്നെ ഞാൻ എൻ്റെ അടുത്ത് തന്നെ പറയാൻ തുടങ്ങി, ഐ ആം ഓൾറെഡി ആൻ ഓഫീസർ, ഐ ആം ജസ്റ്റ് ഗോയിങ് ടു മീറ്റ് മൈ സീനിയർ കൊളീഗ്സ് ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു ബി ജസ്റ്റ് എ കോൺവെർസേഷൻ. യു ജസ്റ്റ് ഹാവ് ടു എൻജോയ് ഇറ്റ്, യു ഹാവ് ടു മേക്ക് ഇറ്റ് മെമ്മറബിൾ ഫോർ ദെം ആൻഡ് യു. ഇതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ആൻഡ് ഫുൾ ടൈം ത്രൂ ഔട്ട് ദി പ്രോസസ്സ് ഇത് തന്നെയാണ് എൻ്റെ മനസ്സിൽ ആഫ്റ്റർ പോയിൻറ്റ് വന്നുകൊണ്ടിരുന്നത്. ഞാൻ UPSCയുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോഴും ഐ വാസ് ജസ്റ്റ് തിങ്കിങ് ദിസ്, ഐ ആം ഓൾറെഡി ഇൻ ഓഫീസർ, ഐ എം ജസ്റ്റ് ഗോയിങ് ഫോർ എ ഡിന്നർ ടേബിൾ കോൺവെർസേഷൻ. ചെന്ന് കയറിയതും ഡിന്നർ ടേബിൾ കോൺവെർസേഷൻ പോലത്തെ ഒരു സെറ്റപ്പിലായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് വെരി എൻജോയബിൾ ആൻഡ് അതൊരു നല്ല മെമ്മറിയാണ് ഇപ്പോഴും. എനിക്ക് തോന്നുന്നു ജീവിതകാലം അത്രയും ഞാൻ ആ മെമ്മറി ട്രഷർ പോലെ കാത്തു സൂക്ഷിക്കും. എന്തെങ്കിലും ഒരു എക്സ്ക്ലൂസീവായിട്ട് ചോദിച്ച ഒരു ചോദ്യം ഒന്ന് പറയാമോ? അതിൻ്റെ പറഞ്ഞ ഉത്തരവും. എനിക്ക് ഗെയിം ചേഞ്ചിങ് ആണെന്ന് തോന്നിയ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 4th മെമ്പർ ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഞാനത് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ സാർ പറഞ്ഞത്, ടേക്ക് എ മൊമെൻറ്റ്, യു ആർ ഇന്ത്യസ് റെപ്രസെൻറ്റേറ്റീവ് ടു ദ UN ആൻഡ് ഓൾ ഓഫ് us are delegates in the P5. India wants a seat in P5. So സ്റ്റേറ്റ് ഇന്ത്യാസ് കേസ്. നമ്മളെപ്പോഴും പഠിക്കുന്നൊരു ആൻസർ ഉണ്ട്. അപ്പം ആ സമയത്ത് എന്താണ് യൂസ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, എനിക്ക് ഓർമ്മ വന്നില്ല. സോ ഐ സ്റ്റാർട്ടഡ് വിത്ത് ഡിയർ ഡെലിഗേറ്റ്സ്. ഇന്ത്യയുടെ പോപ്പുലേഷൻ 1.4 ബില്യൺ ആണ്. വി ആർ ദ ലാർജസ്റ്റ് ഡെമോക്രസി ഇൻ ദ വേൾഡ്, യെറ്റ് വി ഡു നോട്ട് ഹാവ് എ സീറ്റ് ഇൻ ദിസ് ഹൈ ടേബിൾ. സോ വാട്ട് ഡെമോക്രസി ആർ വി ടോക്കിംഗ് അബൌട്ട് എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ അങ്ങ് സംസാരിക്കുന്നത്. അപ്പം ഒരു ബ്രീഫ് ടൈമിൽ
എൻ്റെ വോയിസ് ചേഞ്ച് ആവുന്നു, എൻ്റെ ആ ഒരു പോസ്റ്ററൊക്കെ ചേഞ്ച് ആവുന്നതൊക്കെ ഞാനിങ്ങനെ ഉള്ളിൽ അറിയുന്നുണ്ടായിരുന്നു. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ശരിക്കും ഗെയിം ചേഞ്ചിങ് ആണെന്ന് തോന്നി. അപ്പം ആൻസർ പറഞ്ഞു കഴിഞ്ഞപ്പോഴും മെമ്പേഴ്സിൻ്റെ മുഖത്ത് ആ ഒരു ഗുഡ് ഇംപ്രഷൻ കാണാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് 2 വിറ്റടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടിയത്. നമ്മുടെ കേരള ചിപ്സിൻ്റെ ആ ക്വസ്റ്റ്യനും പിന്നെ ലാസ്റ്റ് ഞാൻ എഴുന്നേറ്റു. ചെയർ ഓൾ ദി ബെസ്റ്റ് ടീച്ചർ ഇൻ്റർവ്യൂസ് ഓവർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റു. അപ്പോഴത്തേക്കും തേർഡ് മെമ്പർ നേരത്തെ ക്യൂബൻ മിസൈൽ ക്രൈസിസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു നെറ്റ്ഫ്ലിക്സിലൊരു സീരീസ് ഉണ്ട്, കാണണമെന്ന് പറഞ്ഞു. അപ്പം ഐ ടോൾഡ് ഹിം ദാറ്റ് ഐ വിൽ വാച്ച് ഇറ്റ് ദ ഫസ്റ്റ് തിങ് ഇൻ ദിസ് ഈവനിങ് എന്ന് പറഞ്ഞു. പക്ഷേ കാണണമെന്നുണ്ടായിരുന്നു. ഞാനിത് പറഞ്ഞപ്പോഴത്തേക്കും ഐ വിൽ വാച്ച് ഇറ്റ് ഫസ്റ്റ് തിങ് ദിസ് ഈവനിങ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവരെല്ലാം ചിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കാണാൻ പറ്റിയില്ല. കാരണം ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ ഒരു വലിയ ഭാരം അങ്ങ് ഒഴിഞ്ഞു പോയതുപോലെ തോന്നി. ആൻഡ് ഐ കുഡൻറ്റ് സ്ലീപ്പ് ഓൾസോ. കാരണം ഒത്തിരി ആൾക്കാർക്ക് റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു കാഷ്വൽ കോൺവെർസേഷൻ എനിക്ക് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റിയത് കൊണ്ടും ആ ഒരു പ്ലസൻനെസ് ഞാൻ ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്തത് കൊണ്ടും ആണെന്ന് തോന്നുന്നു എനിക്ക് ആ ഒരു മെമ്മറബിൾ എക്സ്പീരിയൻസ് കിട്ടിയത്. ആൻഡ് ലെറ്റ് മീ ടെൽ യു ദിസ് ഓൾസോ, എനിക്ക് സാധാരണ ഇൻ്റർവ്യൂ കഴിയുമ്പോഴത്തേക്ക് തീർന്നല്ലോ, സമാധാനം, നമുക്ക് പോവാം. എനിക്ക് ആക്ച്വലി ഐ ഫെൽറ്റ് സാഡ് ദറ്റ് ഇൻ്റർവ്യൂ എൻഡഡ് സോ സൂൺ. എനിക്കതൊരു ഓൾമോസ്റ്റ് ഹാഫ് ആൻ അവർ പോയിട്ടുണ്ടായിരിക്കും. പക്ഷേ എനിക്ക് സമയം പോയത് ഞാൻ അറിഞ്ഞില്ല. ആൻഡ് ഓൾ ദി ബെസ്റ്റ് റീജൻ എന്ന് പറഞ്ഞപ്പോൾ ഐ വാസ് ലിറ്ററലി തിങ്കിങ്, അയ്യോ ഇത് തീർന്നോ, കുറച്ചുകൂടെ പോയിരുന്നെങ്കിൽ ഒന്ന് കൊള്ളായിരുന്നു. അതിൽ കോൺവെർസേഷൻ അത്ര എൻജോയബിൾ ആയിരുന്നു. ഇതായിരുന്നു എൻ്റെ ടോട്ടൽ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ എക്സ്പീരിയൻസ്. ശരിക്കും കേരള ബേസ്ഡ് ആയിട്ട് വല്ല എന്തെങ്കിലും ചോദ്യം ചോദിച്ചിരുന്നോ? ആകെ കേരള ചിപ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു കേരളം വിട്ടിട്ട് എന്തിനാണ് ചെന്നൈയിൽ പോയി എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഇത് രണ്ടുമാണ് കേരള ബേസ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി കേരളത്തെ കുറച്ച് ഫോറിൻ സർവീസ് ആണെന്ന് പറഞ്ഞു തോന്നുന്നു. എല്ലാവർക്കും അറിയാമല്ലോ ഓപ്ഷൻ കണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ലോക്കൽ ക്വസ്റ്റ്യൻസ് ഒഴിവാക്കിയതായിരിക്കും. മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ നമ്മളിപ്പോൾ തന്നെ ഒരുപാട് ഇപ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പോലും ആ രീതിയിൽ പരസ്യം ചെയ്യുന്ന കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 3ലും 4ലും പഠിക്കുന്ന കുട്ടികളുടെ പോലും രക്ഷകർത്താക്കൾ ഇങ്ങനെ ഈ സമയം തൊട്ടേ പ്രിപ്പയർ ചെയ്യിപ്പിക്കണം കുട്ടികളെ എന്ന് പറഞ്ഞ് പോകുന്നൊരു ട്രെൻഡ് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എസ്പെഷ്യലി ആഫ്റ്റർ കോവിഡ് അതിന് ശേഷം ഒരു ഈ സിവിൽ സർവീസിലേക്കുള്ള പൊതുവേ ഒരു ഇത് കൂടിയിട്ടുണ്ട്. അതിനപ്പുറം ഈ കുട്ടികളെ ഇങ്ങനെ ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ട അങ്ങനൊരു കാര്യം ഉണ്ടോ ശരിക്കും? ഇപ്പോൾ ശ്രീജയുടെ കഥ കേൾക്കുമ്പോൾ അത് അങ്ങനൊരു ഇതിൻ്റെ ആവശ്യം ഇല്ലെന്ന് തോന്നുന്ന രീതിയിലുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത്. അതെ, തീർച്ചയായിട്ടും. എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ പറയുമല്ലോ സ്കൂൾ ലൈഫാണ് ഏറ്റവും മോസ്റ്റ് എൻജോയബിൾ പാർട്ട് ഓഫ് ലൈഫ്. അപ്പോൾ എനിക്ക് തോന്നുന്നു സിവിൽ സർവീസസിൻ്റെ ആ ഒരു ബർഡൻ പാരൻസ് കാരണം കുട്ടികളുടെ മേൽ വരുവാണെങ്കിൽ ദേ വിൽ ഹേറ്റ് ഇറ്റ്. ആ പ്രോസസ്സ് ഒരിക്കലും എൻജോയബിൾ ആകത്തില്ല. 3ഉം 4ഉം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ബാർലി 8 to 9 years ഓൾഡ് ആൻഡ് നമുക്ക് എക്സാം എഴുതാൻ പറ്റുന്നത് 21 yearsന് ശേഷം. അപ്പം സച്ച് എ ലോങ് പീരീഡ് ഈ കുട്ടികൾ ഈ ഒരു തോട്ടും ഈ ഒരു ബർഡനും മാത്രമായിട്ട് ജീവിക്കുമ്പോൾ ഐ ഡോണ്ട് തിങ്ക് ദേ വിൽ എൻജോയ് ദി പ്രോസസ് അറ്റ് ഓൾ. അപ്പം എനിക്ക് തോന്നുന്നു പാരൻസ് ഈ സമയം ഫോക്കസ് ചെയ്യേണ്ടത് കുട്ടികളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അവരുടെ ക്ലാസ്സിലുള്ള പെർഫോമൻസ് ഒക്കെ നോക്കുക, പിന്നെ പത്രം വായിക്കാൻ എൻകറേജ് ചെയ്യുക, ബുക്സ് വായിക്കാൻ എൻകറേജ് ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. കാരണം ഓവർ ദി ടൈം അവർ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടു ലൈഫും ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്കും കുട്ടികൾ സ്കൂളും എൻജോയ് ചെയ്യും, ഒപ്പം അവർ ഒത്തിരി കാര്യങ്ങൾ പഠിക്കും. ആൻഡ് ഐ എം ഡെഫിനറ്റ്ലി ഷുവർ ദാറ്റ് അത് അവരുടെ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഇത് ഭയങ്കര ടാക്സിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്, ഭയങ്കര ഗ്രുവലിംഗ് പ്രോസസ്സാണ്, ഒത്തിരി സെറ്റ് ബാക്സ് ഉണ്ടാവും. ഒരു പോസിറ്റീവ് അപ്രോച്ച് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സക്സീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം കുഞ്ഞുനാളിലേ ഇതിനിങ്ങനെ ഫോഴ്സ് ചെയ്ത് വിടുന്നതിനേക്കാളും നല്ലത് കുട്ടികൾ വളരട്ടെ, അവർ സന്തോഷത്തോടെ വളരട്ടെ, അവർക്ക് നോർമലി കൂടുതൽ വായനയൊക്കെ തുടരട്ടെ, എന്നിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ശരിക്കും നമ്മൾ ഡിഗ്രി കഴിഞ്ഞിട്ട് നോക്കിയാലും മതി എന്നാണോ? മതി. അതെ, എന്നുവെച്ചാൽ കുട്ടികൾ അവരുടെ ആ സ്കൂൾ പ്രായത്തിൽ അവർ വളരട്ടെ, അവർ സന്തോഷത്തോടെ ഡിഗ്രി കഴിഞ്ഞ് കോച്ചിങ് ടൈം തൊട്ട് കൂടുതൽ ഫോക്കസ്ഡ് ആയാൽ മതി. അതെ, വായനയൊക്കെ തുടരുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. പക്ഷേ കോളേജൊക്കെ കഴിയുമ്പോഴത്തേക്കും, കോളേജ് പഠിക്കുമ്പോഴത്തേക്കും ഒരാൾക്ക് മനസ്സിലാവുമല്ലോ എങ്ങോട്ടാണ് പോവേണ്ടതെന്ന്. ആ ഒരു തോട്ട് ഇപ്പം അവർക്ക് ജെന്യുവലി ഇൻട്രസ്റ്റ് ആണെങ്കിൽ അവർ അങ്ങോട്ട് പോട്ടെ. അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല പാരൻസ് ഫോഴ്സ് ചെയ്തത് കൊണ്ട് എന്തെങ്കിലും നടക്കുമെന്ന്. അവർ സക്സീഡ് ചെയ്യുമായിരിക്കും, പക്ഷേ ദേ വിൽ ഹേറ്റ് ഇറ്റ്. ആ ഒരു പോസിബിലിറ്റി നമ്മൾ കാണാതിരിക്കുന്നത് ശരിയല്ല. കാരണം പേഴ്സണലി എൻ്റെ പാരൻസ് എൻ്റെ അടുത്ത് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും പോകത്തില്ല. ഇത് എൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു തോട്ടും കൂടെ ആയതുകൊണ്ട്, എൻ്റെ ഒരു ഡ്രീമും കൂടെ ആയതുകൊണ്ടാണ് ആക്ച്വലി ഞാൻ ആ പ്രോസസ്സ് എൻജോയ് ചെയ്ത് ഇവിടം വരെ എത്തിയത്. അതുകൊണ്ട് ഐ തിങ്ക് പാരൻസ് ഷുഡ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. അപ്പോൾ ഫോക്കസ്ഡ് ആകുക, സ്ട്രെസ് മാനേജ്മെൻറ്റ്, ഇതൊക്കെ ബ്രില്യൻസിനേക്കാളും മേൽ ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനം അല്ലേ? ആബ്സല്യൂട്ട്ലി.
കണ്ടന്റ് മാത്രമല്ല ഈ എക്സാം ടെസ്റ്റ് ചെയ്യുന്നത്. ആക്ച്വലി നമ്മുടെ ഫോക്കസ്ഡ് മെയിൻസിന്റെ ആയിട്ടുള്ള സ്റ്റഡീസ്, അതെ ബ്രില്യൻസ് എന്നുള്ളതിനേക്കാൾ ഇത് തന്നെയല്ലേ ശരിക്കും സിവിൽ സർവീസ് ഒന്ന് നോക്കുമ്പോൾ അല്ലേ? അതെ അതെ കാരണം ഓരോ സ്റ്റേജും ഓരോ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യും. പ്രിലിംസിന് നമ്മൾ കാണാപ്പാഠം പഠിച്ചിട്ട് പോയിരുന്ന ഇത് പ്രിലിംസിന് നമ്മൾ അടിപൊളിയായിട്ട് പൊട്ടും. കാരണം ഓരോ ക്വസ്റ്റ്യനും പ്രസൻസ് ഓഫ് മൈൻഡ് നമുക്ക് വേണം. അത് ഒത്തിരി ലോജിക് ഉണ്ടായിരിക്കും. ഇതൊക്കെ നോക്കി ടാക്കിൾ ചെയ്യാന്ന് പറയുന്നത് ഇറ്റ് റിക്വയർസ് അനദർ സെറ്റ് ഓഫ് സ്കിൽ. അതുപോലെ തന്നെ മെയിൻസ് 9 എക്സാംസ് ഇൻ ദ സ്പാൻ ഓഫ് 5 days അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അപാര സ്റ്റാമിന വേണം. ഇല്ലെങ്കിൽ ആദ്യത്തെ എക്സാം എസ് അത് കഴിഞ്ഞ് GS1 മോർണിംഗ് GS2 ഈവനിങ് അത് കഴിയുമ്പോൾ തന്നെ നമ്മൾ ആകെ ടയേർഡായി അവശരായിപ്പോൾ. ആക്ച്വലി ഞാനൊക്കെ ഭയങ്കര ടയേർഡായിരുന്നു. അപ്പം അത് നമ്മുടെ എൻഡ്യൂറൻസിനെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റിനെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു എക്സാമാണ്. ഈ എക്സാം നമ്മളെ ഗീവ് അപ്പ് ചെയ്യാൻ ഒരുപാട് പ്രേരിപ്പിക്കും. ഓരോ പോയിന്റ് ഓരോ സെറ്റ് ബാക്സ് വരുമ്പോഴും ഗീവ് അപ്പ് ചെയ്താലോ എന്നൊരു തോട്ട് വരും. അതിപ്പം എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല, ലൈക്ക് സെക്കൻഡ് അറ്റംപ്റ്റ് ഓർ തേർഡ് അറ്റംപ്റ്റ്. ബട്ട് എനിക്ക് കണ്ടിട്ടുള്ള കുഞ്ഞ് അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഗീവ് അപ്പ് ചെയ്യാൻ ഒത്തിരി സമയങ്ങളിൽ നമുക്ക് തോന്നും. അൺലെസ് വി ആർ മൂവിങ് ഫോർവേഡ് വി വിൽ നോട്ട് റീച്ച് എനിവെയർ. അപ്പം അത് ഈ ഒരു എക്സാമിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇത് വെറും കണ്ടൻറ്റിൻ്റെ എക്സാം അല്ല, ഒത്തിരി ക്വാളിറ്റീസ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു എക്സാമാണ്. അപ്പോൾ ഈ ഒരു വർഷത്തെ ശരിക്കും ഓരോരുത്തരിപ്പം ചിലപ്പോൾ 2 വർഷം കൊണ്ട് എന്നൊക്കെ ഓരോ പ്ലാൻ ഇടുമല്ലോ, അല്ലെങ്കിൽ ഒരു 3 പ്രാവശ്യം എന്നൊക്കെ വെച്ചിട്ട്. ശരിക്കും ഇപ്പം ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അപ്പോൾ ശരിക്കും അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നോ? ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് എനിക്കിത് അച്ചീവ് ചെയ്യണമെന്ന് അങ്ങനെ ഒരു പ്ലാനിൽ തന്നെയാണ് തുടങ്ങിയത്. അതെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഐ വിൽ റൈറ്റ് UPSC CSE only once in my life and I am taking Indian Foreign Service in 2025-2026. ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ എക്സാം അത്രയും ഡിഫിക്കൽട്ടാണെന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ, കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കിനി വീണ്ടും എഴുതാൻ വയ്യ. ഞാൻ അന്നേ ഉറപ്പിച്ചതാ. പിന്നെ ഭാഗ്യം കൊണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് കിട്ടിയെന്നാണ് പറയാൻ. ഇത് നമ്മുടെ ശരിക്കും സിവിൽ സർവീസ് ആസ്പിറൻസ് മാത്രമല്ല, എല്ലാ കുട്ടികളും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇപ്പം ശ്രീജ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ ഒരു ബ്ലെയിമിൻ്റെ ലോകത്താണ്. ഒന്നുകിൽ എൻ്റെ അച്ഛൻ മറ്റേ അപ്പുറത്ത് നോക്കിയിരിക്കുകയാണ്, അത്രയും തരുന്നില്ല, എനിക്ക് കിട്ടിയ ഇൻപുട്സ് കുറവാണ്, അല്ലെങ്കിൽ കാരണം നമ്മുടെ എന്തൊക്കെ കുറവുകൾ ഉണ്ട് അത്. പക്ഷെ നമ്മുടെ കുറവിനേക്കാളും നമ്മളെന്ത് ചെയ്തു എന്ന് ആരും പറയുന്നില്ല. ഇപ്പം ശ്രീജയുടെ അച്ഛൻ്റെ ഒരു ഫിസിക്കൽ എഫേർട്ടും ശ്രീജയുടെ മെൻ്റൽ എഫർട്ടും കൂടെ ചേർന്നതാണല്ലോ സ്വാഭാവികമായിട്ടും അല്ലേ ഈ റിസൾട്ട്. അപ്പം നമുക്കുള്ള റിസോഴ്സ്, അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ടേം പറഞ്ഞത്, റിസോഴ്സസിനെ പറ്റി നോക്കാതെ ആ ലിമിറ്റഡ് റിസോഴ്സസിൽ നിന്ന് നമ്മൾ റിസൾട്ടിനെ പറ്റി ഫോക്കസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് സ്റ്റേറ്റ് ആണെങ്കിലും വ്യക്തികളാണെങ്കിലും ഏത് പ്രസ്ഥാനങ്ങൾക്കും ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്ന ഒരു മോഡൽ തന്നെയാണെന്നാണ് എനിക്ക് ശരിക്കും തോന്നുന്നത്. ഞാൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ. എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു റിലേറ്റീവ് കുട്ടി കോച്ചിങ്ങിന് പോയി ഒരു 3 മാസം കഴിഞ്ഞപ്പം ഒരു വീക്കെൻഡിൽ നാട്ടിൽ വെച്ച് കണ്ടപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കിനി ഈ എക്സാം കിട്ടിയില്ലെങ്കിലും ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഇത്രയും നാൾ തുടർന്ന് വന്ന കംപ്ലീറ്റ് എനിക്കെൻ്റെ ലോകത്തോടുള്ള കംപ്ലീറ്റ് എൻ്റെ ഒരു ഔട്ട്ലുക്ക് ടോട്ടലി മാറി. കാരണം ഞാനിപ്പം ലോകത്തെ മനുഷ്യരെ ഓരോന്നിനെയും കാണുന്നത് വേറെ രീതിയായി. അങ്ങനെ സോഷ്യൽ മീഡിയകളെല്ലാം കട്ട് ചെയ്തു വേറൊരു ഇതിലേക്ക് മാറി. അപ്പോൾ പറഞ്ഞത് കിട്ടിയില്ലെങ്കിലും എനിക്ക് ഭയങ്കര വർത്താണ്. അപ്പോൾ അങ്ങനെ ഒരു ട്രാൻസ്ഫർമേഷൻ അത് ഈ കോച്ചിങ്ങിന് മുമ്പുള്ള, ഇപ്പം സിവിൽ സർവീസ് ആസ്പിറൻ്റ് തന്നെയായിരുന്നു, പക്ഷേ അതിന് മുമ്പുള്ളതും ഈ കോച്ചിങ് പീരീഡിൽ ഈ ഒരു 1 year ഉണ്ടല്ലോ പ്രോസസ്സിൽ അങ്ങനെ തോന്നിയിരുന്നു, എന്തോ എനിക്കൊരു ഭയങ്കര ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുന്നു, അങ്ങനെ തോന്നിയിരുന്നു ശരിക്കും? തീർച്ചയായിട്ടും ഈ എക്സാം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എക്സാം തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഒത്തിരി ടെൻഷൻ അടിക്കുന്ന ആളാണ്. ഒരു കുഞ്ഞു കാര്യം മതി എനിക്ക് ടെൻഷൻ ആവും. ഞാൻ ഭയങ്കര ക്ലംസി ആയിരുന്നു, എടുത്തുചാട്ടം കൂടുതലായിരുന്നു. പക്ഷേ ഈ എക്സാമിൻ്റെ ഓരോ പ്രോസസ്സും എന്നെ ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം എനിക്ക് മോചനം തന്നു വേണം പറയാൻ. ഞാൻ ക്ലംസിനെസ്സൊക്കെ ഒത്തിരി കുറഞ്ഞു ആൻഡ് ചിന്തിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ആ ഒരു പ്രത്യേകതരം മെച്യൂരിറ്റി വന്നു. ആൻഡ് ഓൾസോ പറയേണ്ടതാണ്, നമ്മൾ വിശാലമായിട്ടുള്ള പേഴ്സ്പെക്റ്റീവ്സ് കിട്ടും. ആൻഡ് ഫോർ എക്സാമ്പിൾ നമ്മൾ ഒബ്ജക്റ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. അതായത് ഇപ്പം ഒരു പ്രശ്നം നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ നമ്മൾ ഡിഫറെൻറ്റ് പോസിബിലിറ്റീസിനെ കുറിച്ച് നോക്കും, എന്നിട്ട് ബെസ്റ്റ് ആക്ഷൻ എടുക്കും. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഞാൻ പഠിക്കുന്നത് ഈ സിവിൽ സർവീസ് എക്സാമിനേഷന് വന്ന ശേഷമാണ്. പിന്നെ നെവർ ഗിവിങ് അപ്പ് ആറ്റിറ്റ്യൂഡ് സ്ട്രോങ് ആകുന്നതും ഈ സമയത്താണ്. കാരണം മെയിൻസ് എക്സാമിന് 20 questions അതിന് റെസ്പെക്റ്റീവ് സ്പേസസ് തന്നിട്ടുണ്ട്. അപ്പം ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ വി ഡോണ്ട് ഹാവ് എനി അതർ ചോയ്സ്, വി ഹാവ് ടു റൈറ്റ് 20 questions. അപ്പം അറിയത്തില്ലെങ്കിൽ കൂടി വി ഹാവ് ടു റൈറ്റ് ഇറ്റ്. അപ്പം അതൊക്കെയാണെങ്കിൽ നമ്മുടെ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റിനെ ഒത്തിരി അങ്ങ് എംബോൾഡൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ഒരു കാര്യമുണ്ടല്ലോ, നമ്മൾ കൂടുതൽ പഠിക്കുമ്പോഴാണല്ലോ നമുക്കൊന്നും അറിയത്തില്ല എന്നൊരു
മെൻറ്റാലിറ്റി നമുക്ക് വരുന്നത്. ഐ തിങ്ക് ദാറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ദിസ് എക്സാം ക്യാൻ ഓഫർ. കാരണം എത്ര പഠിച്ചാലും തീരത്തില്ല, എത്ര പഠിച്ചാലും ഒത്തിരി നമുക്ക് അറിയത്തില്ല എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം ദാറ്റ് ഈസ് സംതിങ് എൽസ് ദിസ് എക്സാം ക്യാൻ ഓഫർ. ഇത് ഗ്ലോറിഫൈ ചെയ്യുന്നതല്ല ആക്ച്വലി, പക്ഷെ ഇതിൻ്റെ റിയാലിറ്റി ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും എനിക്ക് തോന്നുന്നു എന്തൊക്കെ പഠിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ വായിക്കണം എന്നുള്ളപ്പം എന്തൊക്കെ വായിക്കേണ്ട അല്ലെങ്കിൽ പഠിക്കേണ്ട അതിനെ നാരോ ഡൗൺ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു വലിയ ടാസ്ക്കാണെന്ന് തോന്നുന്നല്ലേ? കാരണം അത്രമാത്രം വാസ്റ്റാണ്. അപ്പോൾ അതിൽ നിന്ന് എന്തൊക്കെ പഠിക്കേണ്ട എന്തൊക്കെ വായിക്കേണ്ടെന്നാണോ കൂടുതലും അതിലും ഫോക്കസ് ചെയ്യേണ്ടത്? കാരണം ഒരു സെലക്ഷൻ പ്രോസസ്സ് ഉണ്ടാവില്ല. നമ്മൾ ഇത്രയും വലിയൊരു ഇൻഫർമേഷൻ്റെ ഇടയ്ക്ക് നിന്ന് ഞാൻ എന്തൊക്കെ പിക്ക് ചെയ്യണം, അങ്ങനൊരു തോന്നൽ വരുമോ ശരിക്കും? അതെ തീർച്ചയായിട്ടും. നമ്മുടെ അതും പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ ഇന്റർനെറ്റ് അത്രയും ശക്തിയായിട്ടുള്ള സമയത്ത് ഇഷ്ടംപോലെ റിസോഴ്സസ്, ഇഷ്ടംപോലെ അക്കാഡമിക്സ്. അപ്പം അത് ഭയങ്കര ഡിഫിക്കൽട്ടി, ഏത് സോഴ്സ് പഠിക്കണം, എന്തിൻ്റെ പിന്നാലെ പോകണം എന്നൊക്കെ. അപ്പം ഐ കെപ്റ്റ് ദി പ്രിപ്പറേഷൻ സിമ്പിൾ. I just thought I joined Fortune Academy to get good coaching, and they are providing the enough resources that I require. അപ്പം I thought to myself, I'll just go with that. കാരണം ഒത്തിരി റിസർച്ചിന് ശേഷമാണല്ലോ അവർ ഓരോ മെറ്റീരിയലും പബ്ലിഷ് ചെയ്യുന്നത്. അപ്പം I'll just go with it. ആൻഡ് അതെനിക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളായി. കാരണം പല ആൾക്കാരും പല റിസോഴ്സസിൻ്റെയും പിന്നാലെ പോയപ്പോഴത്തേക്കും ഐ ജസ്റ്റ് ഹാഡ് ഫ്യൂ റിസോഴ്സസ്. എനിക്ക് ബുക്സ് ഏതൊക്കെ ഏരിയ ഒഴിവാക്കാം എന്നുള്ളത് ഇല്ലേ? അതെ കാരണം ആവശ്യമുള്ളത് മാത്രമല്ലേ ഫോർച്യൂൺ പബ്ലിഷ് ചെയ്യത്തുള്ളൂ, കൂടുതലൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പം ഐ ഫെൽറ്റ് ദാറ്റ് അതൊക്കെയാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്. കാരണം സിമ്പിളായിട്ട് പോയി പ്രിപ്പറേഷൻ. ഞാൻ വേറെ റിസോഴ്സസിൻ്റെ പിന്നാലെ പോയിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ പോയിട്ടുണ്ട്. 2-3 ദിവസം പോകും, പിന്നെ എനിക്ക് മനസ്സിലാവും ഇതൊക്കെ യൂസ്ലെസ് ആണെന്ന്. പിന്നെ ഞാൻ വീണ്ടും തിരിച്ച് ഫോർച്യൂണിൻ്റെ മെറ്റീരിയലോട്ട് തന്നെ തിരിച്ച് വരും. ഇങ്ങനെയുള്ള നമ്മൾ ട്രയൽ ആൻഡ് എറർ പലവട്ടം ഇതിനകത്ത് നടക്കുന്നുണ്ട് ഈ ഒരു പ്രോസസ്സിൽ. ശരിക്കും ഇപ്പോൾ ഒരുപാട് ചാറ്റ് ബോട്ടുകൾ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ സിവിൽ സർവീസിൻ്റെയും ചാറ്റ് ബോട്ടുകൾ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസ് അവർ തരുന്നുണ്ട്. അപ്പം നമ്മൾ തന്നെ ഇപ്പം ചാറ്റ് ബോട്ടുകൾ ഉണ്ടാക്കുന്നത് തന്നെ നമുക്കറിയാമല്ലോ. പഴയ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാം സ്കാൻ ചെയ്ത് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ് അതുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇങ്ങനെ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് യൂസ്ഫുൾ ആവുക, അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ ശരിക്കും? അതെ ഞാൻ ഒത്തിരി AI ബേസ്ഡ് ആയിട്ടുള്ള ഞാൻ ചാറ്റ് ജിപിടിനെ ജെമിനിനെ ഒത്തിരി യൂസ് ചെയ്ത ആളാണ്. കാരണം ചാറ്റ് ജിപിടി ഒക്കെ ആയിരുന്നു എന്നെ ഇക്കോണമി അത്രയും പഠിക്കാൻ സഹായിച്ചത് പോലും. എനിക്ക് പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു ആദ്യം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത്. അപ്പം ഞാൻ ചാറ്റ് ജിപിടിയുടെ അടുത്ത് സില്ലി ആയിട്ടുള്ള ഡൗട്ട്സ് ചോദിച്ചിട്ടും ഞാൻ പഠിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് കൺസെപ്റ്റ് ക്ലാരിറ്റി വരുന്നത്. കാരണം നമ്മുടെ ടീച്ചേഴ്സിന് സില്ലി ഡൗട്ട്സ് ചോദിച്ച് ബുദ്ധിമുട്ടിക്കുക അത് നല്ല പരിപാടിയല്ല. ജെമിനിയും ചാറ്റ് ജിപിടിയും കണ്ടിന്യൂസ് ഉപയോഗിച്ചു. ആൻഡ് എസ് എ പ്രിപ്പറേഷനിൽ എന്നെ ചാറ്റ് ജിപിടി ഒത്തിരി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്കതൊരു കൈൻഡ് ഓഫ് ഒബ്സഷൻ ആയി, ലൈക്ക് എസ് എ എനിക്ക് നന്നാക്കണം എന്നുള്ളത്. അപ്പം ദ വൺ തിങ് ഐ ഫൗണ്ട് റിയലി ഗുഡ് ഈസ് ലൈക്ക് മേക്കിംഗ് ചാറ്റ് ജിപിടി റൈറ്റ് എസ്സേസ്. അപ്പം അതിൻ്റെ ആ ഒരു ലാംഗ്വേജിൻ്റെ അതങ്ങ് ഫോളോ ചെയ്തു. അതെ, ആ ലാംഗ്വേജിൻ്റെ ആ ഒരു യൂസ് ഓഫ് ലാംഗ്വേജ്, യൂസ് ഓഫ് ടേംസ്, പിന്നെ നല്ല അനക്ഡോട്ട്സ് ഒക്കെ വരുമ്പോഴത്തേക്കും ഐ യൂസ് ടു ലൈക്ക് internalize I used to internalize all these things. അപ്പം ഓവർ ദ ടൈം ഞാൻ പലവട്ടം ഫെമിലിയർ ആയപ്പോഴത്തേക്കും ഐ വാസ് ഏബിൾ ടു റൈറ്റ് ഗുഡ് എസ്സേസ് ടുവേർഡ്സ് ദി എൻഡ്. ഇതാണ് ആക്ച്വലി സംഭവിച്ചത്. അപ്പോൾ അവിടെ അങ്ങനെ വന്ന് ശരിക്കും നമ്മൾ വീണ്ടും ആലോചിക്കുമ്പോൾ നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞ കണക്ക് അപ്പോൾ എൻ്റെ അടുത്ത് പറയുകയും ചെയ്ത് ഞാൻ ഇപ്പോഴും സർപ്രൈസ്ഡ് ആണെന്ന്. കാരണം ഈ ടഫസ്റ്റ് എക്സാം, വൺ ഓഫ് ദി ടഫസ്റ്റ് എക്സാംസ് ഇൻ ദ വേൾഡ് എന്ന് പറയുന്ന എക്സാമിൽ 57 അതിലും കേരള ടോപ്പറായിട്ട് ഇരിക്കുന്ന ആളാണ് ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുന്നത്. അതും ഒരു വർഷം കൊണ്ട്. ശരിക്കും ഒരുപാട് പേരുടെ ഇപ്പം നമുക്ക് തന്നെ അറിയാം, പിന്നെ 4-5 വർഷം കണ്ടിന്യൂസ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ശരിക്കും നമ്മൾ ഒരു 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 1 or 2 വേർഡ്സിൽ പറയുകയാണ്, ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ, ശരിക്കും സിവിൽ സർവീസ് എന്ന രീതിയിൽ ഫോക്കസ് ചെയ്ത് വരുന്നവർ എങ്ങനെ ഒരു പ്രിപ്പറേഷൻ വളരെ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് കറക്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് മുതൽ എന്ന രീതിയിൽ ഒന്ന് ഷോർട്ടായിട്ട് പറയാമോ? It's preparation simple whenever you start it. Like there would be lot of advices from different parts. Take only what is necessary and just discard the rest. ഞാൻ അതാണ് ചെയ്തത്, എനിക്കത് വർക്കായി. പിന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഡിറ്റർമിനേഷൻ ആൻഡ് വിൽ പവർ ക്യാൻ ഗെറ്റ് യു എനിവെയർ. സിവിൽ സർവീസസ് എക്സാമിനേഷൻ ആയിക്കോട്ടെ, ബാക്കി എന്തോ ആയിക്കോട്ടെ. കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ് പ്രൂവ് ചെയ്യുന്നത് ലിമിറ്റേഷൻസ് നമ്മുടെ മൈൻഡിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. റിസോഴ്സസ് ഇല്ലെങ്കിലും വി ക്യാൻ ഡു ഇറ്റ്. പിന്നെ ഹെൽപ്പ് വേണ്ടത് നമ്മളത് സീക്ക് ചെയ്യണം, അത് നോൺ നെഗോഷ്യബിൾ ആണ്. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഡിറ്റർമിനേഷനും വിൽ പവറും ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നും ഇല്ല. ആൻഡ് ഓൾവേസ് റിമെമ്പർ, കീപ് ദി പ്രിപ്പറേഷൻ സിമ്പിൾ.
ജസ്റ്റ് ഇപ്പം നിങ്ങൾക്ക് മെൻറ്റേഴ്സോ ടീച്ചേഴ്സോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഫോളോ വാട്ട് എവർ ദേ ആർ സേയിങ് ആൻഡ് ജെന്യുവൻലി വർക്ക് ചെയ്യാൻ പറ്റുന്ന സജഷൻസ് ആണെങ്കിൽ ജസ്റ്റ് വർക്ക് ഓൺ ഇറ്റ്. അത് പിന്നീട് ഫൈറ്റ് ചെയ്യാൻ പോയിട്ട് കാര്യമില്ല. ആൻഡ് ദെൻ just enjoy the process. I know it's taxing, it's very hard, but at the end of the day, you must ensure that you are enjoying the process. എന്നാൽ മാത്രമേ റിസൾട്ട് വരുമ്പോഴത്തേനാണേലും അത് ഭയങ്കര സ്വീറ്റ് ആവത്തുള്ളൂ, അതെ അതെ നല്ല മെമ്മറീസ് ഉണ്ടാകത്തുള്ളൂ. അതെ അതെ. ഇനിയിപ്പം 2 ഇയേഴ്സ് നീണ്ടു നിൽക്കുന്ന ഒരു ട്രെയിനിങ് എനിക്ക് തോന്നുന്നു സ്റ്റാർട്ട്സ് ഫ്രം ഓഗസ്റ്റ് അല്ലേ? അതെ, റൂമേഴ്സ് ഉണ്ട്. ഓഗസ്റ്റിൽ തുടങ്ങും. അപ്പോൾ അതിൽ ആദ്യത്തെ 4 മാസം എല്ലാവരും ഒന്നിച്ചാണെന്ന് തോന്നുന്നു അല്ലേ? IAS IPS IFS എല്ലാം കൂടെ ഫൗണ്ടേഷൻ കോഴ്സ് മസൂറിയിൽ. പിന്നെ ഡൽഹിയിലേക്ക് വരും. അതെ അവിടെ സുഷമ സ്വരാജ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെന്ന് തോന്നുന്നു. അടുത്ത 6 മന്ത്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? അതെ പിന്നെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ ഒരു 6 മാസം. ലാംഗ്വേജ്, അപ്പോൾ ഫോറിൻ ലാംഗ്വേജ് അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഏത് ലാംഗ്വേജ് എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അതെ, ആക്ച്വലി ത്രൂ ഔട്ട് മൈ ലൈഫ് എനിക്ക് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഗോൾസ് ഞാൻ സെറ്റ് ചെയ്യാറുണ്ട്, പ്ലാൻ ചെയ്യാറുമുണ്ട്. അപ്പം ഇപ്പോൾ എനിക്ക് ആഗ്രഹമുള്ളത് മാൻഡറിൻ പഠിക്കണം, ചൈനയിൽ പോകണം എന്നൊക്കെയാണ്. അപ്പം ലെറ്റ്സ് സി വാട്ട് ഹാപ്പൻസ്. അപ്പോൾ മാൻഡറിൻ പഠിച്ച് ചൈന ഡെസ്കിൽ ഒരു 6 മാസം കിട്ടും. അതിനുശേഷം പിന്നെ നമ്മൾ പഠിച്ച ലാംഗ്വേജ് വെച്ചിട്ട് അവിടെ തന്നെ ആയിരിക്കും തേർഡ് സെക്രട്ടറി അല്ലേ? അങ്ങനെയൊക്കെയാണ് ഫസ്റ്റ് പോസ്റ്റിങ് തേർഡ് സെക്രട്ടറി എന്നാണ് വരുന്നത്. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ, കാരണം ഞാൻ ഈ ഒരു പോഡ്കാസ്റ്റിൽ പ്ലാൻ ചെയ്തിരുന്നത് ശരിക്കും ഈ ഒരു സീരീസ് ഇലക്ഷൻ കഴിഞ്ഞ് പുതിയ CM വരുമ്പോൾ ഒരു ഡെവലപ്മെൻറ്റൽ പോളിസി റിപ്പോർട്ട് കൊടുക്കണം. അപ്പോൾ ഒരു സജഷനായിട്ട് അതിൽ കുറേ ഡിസ്കഷൻസ് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാനൊരു സജസ്റ്റ് ചെയ്തൊരു സാധനമായിരുന്നു, നമ്മൾ സാധാരണ മാനേജ്മെൻറ്റ് പഠിക്കുമ്പോൾ ബ്രെയിൻ സ്റ്റോമിംഗ് റൂം എന്ന് പഠിക്കും. അപ്പോൾ ഒരു 360 ഡിഗ്രി ഫ്യൂഷൻ ബ്രെയിൻ ലാബ് CMൻ്റെ ഓഫീസിൽ തുടങ്ങുക എന്നുള്ള കോൺസെപ്റ്റ്. അവിടെ ഇതാണ് പ്ലാൻ ചെയ്തത്. അതായത് കുട്ടികൾ, അതിനി സ്കൂൾ കുട്ടികളാണെങ്കിലും കോളേജ് കുട്ടികളാണെങ്കിലും ഏത് മേഖലയിൽപ്പെട്ട അവരുടെ ഇന്നോവേഷൻസോ ഐഡിയാസോ എന്ത് സംഭവം അവിടെ വന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അവിടെ ഒരു പാനൽ ഓഫ് എക്സ്പെർട്സ് ഉണ്ടാവണം, പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് അല്ലാത്തത്. അപ്പം അവർക്ക് ഡയറക്റ്റ് എപ്പോൾ വേണമെങ്കിലും വന്ന് അവിടെ പ്രസൻറ്റ് ചെയ്യാം. കുറച്ചുകൂടെ അവർക്ക് ഇതിൻ്റെ ഒരു മെൻറ്റേഴ്സായിട്ടും അല്ലെങ്കിൽ കുറച്ചുകൂടെ എക്സ്പെർട്ട് അഡ്വൈസ് വേണം, ഇതിനെ ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റോ ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ CM തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ വോളണ്ടറി സർവീസ് പോലെ അറൗണ്ട് ദ ഗ്ലോബ് മലയാളി ഡയസ്പോരയത് ഇപ്പോൾ അതാത് ഫീൽഡ്, ഇപ്പോൾ നമുക്കിവിടെ ഒരു AI അല്ലെങ്കിൽ ഒരു IT ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണെങ്കിൽ നമുക്ക് സിലിക്കൺ വാലി വർക്ക് ചെയ്യുന്ന മലയാളീസ് എല്ലായിടത്തുണ്ടല്ലോ, അവരെയായിട്ട് കണക്ട് ചെയ്യിക്കുന്നു, അവർ വീഡിയോ കോൺഫറൻസിങ് വരുന്നു. അപ്പോൾ ഇപ്പോൾ പിന്നെ ഹോളോഗ്രാമൊക്കെ ഉണ്ട്, മുമ്പ് ഇരുന്ന് സംസാരിക്കുന്ന രീതിയിലുള്ള ടെക്നോളജിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെ പ്രോജക്റ്റ് ആക്കി ഇവിടെ ശരിക്കും നമ്മുടെ ബ്രെയിൻ ഡ്രെയിൻ തടയുക എന്ന് മാത്രമല്ല, നമുക്ക് ഇൻവെസ്റ്റേഴ്സിനെയും ഐഡിയയും കൂടെ മീറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും, ഇവരെയൊക്കെ ആൻറ്റർപ്രനേഴ്സാക്കി മാറ്റാൻ പറ്റും. ഇങ്ങനെ വരുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ശരിക്കും എനിക്ക് തോന്നുന്നു എന്തായാലും ശ്രീജ ഫോറിൻ സർവീസ് എന്ന രീതിയിൽ വരുമ്പം ഈ സോഫ്റ്റ് പവേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം ആണല്ലോ വരുന്നത്. നമുക്ക് ഇതിലൊക്കെ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ശരിക്കും ഡെഫിനറ്റായിട്ടും ഒരു ഡിപ്ലോമാറ്റായിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാനിതെങ്ങനെയും അടുത്ത CMൻ്റെ അടുത്ത് ഇതെല്ലാം കൂടെ ചേർത്തിട്ടൊരു പോളിസി റിപ്പോർട്ടായിട്ട് കൊടുത്തിട്ട് എൻ്റെ ഈ കോൺസെപ്റ്റ് ശരിക്കും ഇതിൻ്റെ കുറേ സോഫ്റ്റ് എക്കണോമി മോഡൽസ് നമ്മൾ സംസാരിച്ച് പോകുന്നുണ്ട്, ഡിജിറ്റൽ ട്വിൻ, അങ്ങനെ കുറേ കോൺസെപ്റ്റുകളുണ്ട്, കാർബൺ ക്രെഡിറ്റ്. പക്ഷേ ഈ ഒരു റൂം എങ്ങനെയും ചെയ്യണം അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തുള്ള, കാരണം ഇവിടുത്തെ ബ്രെയിന് ഇവിടുന്ന് എന്തായാലും ഡ്രെയിൻഡായിപ്പോയ ബ്രെയിനുകളെ ഇവിടെ തിരിച്ച് ഫിസിക്കലി കൊണ്ടുവരാതെ ആ ബ്രെയിനെ നമുക്ക് ഉപയോഗിക്കാമല്ലോ മലയാളി ഡയസ്പോര. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പം എന്ത് തന്നെ വന്നാലും എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ടും അവരുടെ ഒരു മെൻറ്ററായിട്ടും പിന്നെ ഇവിടെ അങ്ങനെ ഇതിനെയൊക്കെ ലിങ്ക് ചെയ്യിപ്പിക്കുന്ന ഒരു ആളായിട്ടുമൊക്കെ ഉറപ്പായിട്ടും ഫോറിൻ സർവീസിൽ എന്തായാലും ലോകം മുഴുവൻ പോകാനുള്ളൊരു ചാൻസാണ് പല രാജ്യത്ത് അംബാസഡറായിട്ടുമൊക്കെ. ശരിക്കും ഈ ആരെങ്കിലും ഫോറിൻ സർവീസിലൊരു മോഡൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ മനസ്സിൽ? ആക്ച്വലി ഒത്തിരി ആൾക്കാരുണ്ട്. കാരണം നമ്മൾ പഠിക്കുമ്പോൾ കേൾക്കുന്ന ആൾക്കാരാണ് TP ശ്രീനിവാസൻ സർ, നിരുപമ മാം, എന്തിനേറെ പറയുന്നത് നമ്മുടെ ഓണറബിൾ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ സർ. അപ്പം ജയശങ്കർ സാറൊക്കെ എനിക്ക് വലിയൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. കാരണം സാറ് പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ പഠിച്ച ആളാണ്, പിന്നെയാണ് കരിയർ ഡിപ്ലോമേറ്റ് ആകുന്നത്, പിന്നെ അവസാനം മിനിസ്റ്റർ ആകുന്നത്. അപ്പം സാറിൻ്റെ ആ ഒരു സ്ട്രോങ് പ്രസൻസ് ഇൻ ദി ഇൻ്റർനാഷണൽ ഡിപ്ലോമസി ഒക്കെ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. കാരണം അതുപോലെയൊക്കെ ആകണം എന്നുള്ളത് കോളേജ് മുതലേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു.
ടി പി ശ്രീനിവാസൻ സാറും ഒത്തിരി അതോറിറ്റിയോടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്കൊക്കെ ഭയങ്കര ഇൻസ്പിറേഷനാണ് ആക്ച്വലി. അപ്പം ഡെഫിനറ്റ്ലി നമുക്ക് ഒരുപാട് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒത്തിരി ഡിപ്ലോമാറ്റ്സ് ഉണ്ട്. നമ്മളെ ചാണക്യാണല്ലോ നമ്മുടെ ഇന്ത്യൻ ഡിപ്ലോമസിയുടെ ഏറ്റവും കോറായിട്ടുള്ളൊരു ഫിഗർ. ഡെഫിനറ്റ്ലി നമ്മുടെ ഡിപ്ലോമാറ്റ്സ് പ്രൂവ് ചെയ്യുന്നതും ദേ ആർ സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ഓഫ് ചാണക്യ എന്ന് തന്നെയാണ്. അതെ, ശരിക്കും ഏതെങ്കിലും രാജ്യം അല്ലെങ്കിൽ UN ഇങ്ങനെ അങ്ങനെയൊക്കെയാണല്ലോ ഈ IFS എന്ന പ്ലാൻ ചെയ്യുന്നവരെ മനസ്സിലാവും. അങ്ങനെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അത് പർട്ടിക്കുലർ കൺട്രി വിദേശത്തുള്ള, പിന്നെ പലർക്കും UN ഒരു ആഗ്രഹമായിരിക്കും. പിന്നെ നോക്കുമ്പോൾ നമ്മൾ വേറൊരു ഇതുണ്ട്, കാരണം യു ആർ റെപ്രസെൻറ്റിങ് അവർ നേഷൻ അതെ മറ്റൊരു രാജ്യത്ത്. അതെ അങ്ങനെ ഏതെങ്കിലും ഒരു രാജ്യം അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത് മനക്കോട്ട കെട്ടുന്നതിന് തടസ്സമൊന്നും ഇല്ലല്ലോ. ഞാനും ആക്ച്വലി അങ്ങനെയാണ്. ചൈന, US, ജപ്പാൻ. അതെ, എല്ലാ ടോപ്പ് കൺട്രീസ് ഇങ്ങനെ എല്ലാ കോണ്ടിനെന്റിലും പോയി വർക്ക് ചെയ്യുക, പിന്നെ നമ്മുടെ ഇന്ത്യൻ ഇൻട്രസ്റ്റ് എബ്രോഡിൽ പോയി അത്രയും ബോൾഡായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക, അതെ, ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഗോളും. അപ്പം ചൈന, ജപ്പാൻ എല്ലാം കിട്ടുന്നിടത്ത് കിട്ടുന്ന ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് UN-ലൊക്കെ പല വനിതകളും സംസാരിക്കുന്ന കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും അതൊക്കെ കാണുമ്പോൾ നമുക്കും ഒരു മോട്ടിവേഷനാണ്. നമുക്കും അങ്ങനെ പോകണം, ഇന്ത്യക്ക് വേണ്ടിയിട്ട് അത്രയും സ്ട്രോങ് ആയിട്ട് സംസാരിക്കണം എന്നുള്ളത് ഒരു വലിയ മോട്ടിവേഷൻ. അതും എസ്പെഷ്യലി നമ്മുടെ വനിതാ ഡിപ്ലോമാറ്റ്സ് ഒക്കെ സംസാരിക്കുന്ന കാണുമ്പോൾ ദാറ്റ് ഈസ് ദി പവർ എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ശശി തരൂർ സാറിൻ്റെ പാക്സ് ഇന്ത്യ വായിച്ചിട്ടുണ്ടോ? അതെൻ്റെ റീഡിംഗ് ലിസ്റ്റിലുണ്ട്. ഉടനെ ഞാനത് കണ്ടുപിടിച്ച് വായിക്കുന്നതായിരിക്കും. എന്തായാലും ഞാൻ ഇന്ന് തരുന്നുണ്ട്, ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അതിൽ ശരിക്കും നമ്മുടെ ഡിപ്ലോമസി പുള്ളി ഒരു സോഫ്റ്റ് പവർ ആകുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങളും അങ്ങനെ ഒരു കോൺസെപ്റ്റിലാണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ കൾച്ചർ, സിനിമ, യോഗ, ഇത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ശശി തരൂർ സാറിൻ്റെ കാര്യം പറയാൻ കാര്യം, ഞാൻ സാറിനെ പോഡ്കാസ്റ്റ് ചെയ്യാൻ വിളിക്കാനായിട്ട് ആദ്യം സംസാരിക്കാൻ പോയിട്ട് പിന്നെ 2 പ്രാവശ്യം ഇരുന്ന് സ്ക്രിപ്റ്റും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പ്രാവശ്യം ടൈം മാറ്റി വെച്ചതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, തിരക്കായി പോയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ആ സമയത്ത് ഒരു കുട്ടി വന്നു. അപ്പോൾ കുട്ടി വന്നിട്ട് പിന്നെ മത്സ്യത്തൊഴിലാളിയാണ് ഫാദർ, പക്ഷേ ഇംഗ്ലീഷിലാണ് ഈ കുട്ടി സംസാരിക്കുന്നത് നന്നായിട്ട്. അപ്പോൾ പുള്ളി എല്ലാം കേട്ടിട്ട് പുള്ളി പറഞ്ഞു, സാർ എൻ്റെ പൈസയൊന്നുമില്ല, സാറിൻ്റെ നിയമമണ്ഡലത്തിൽപ്പെട്ടതാണ്, വിഴിഞ്ഞമാണ്, പക്ഷേ ഇവൾക്ക് ഒരേ ഒരു ആഗ്രഹം, വർഷങ്ങളായിട്ടേ പറയുന്നത് കൊച്ചിനോട്, എനിക്ക് ഇംഗ്ലണ്ടിൽ പഠിക്കണം. എന്താണ് അങ്ങനെ വന്നതെന്നും അറിഞ്ഞൂടാ. അപ്പോൾ സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ വെയിറ്റ് ചെയ്യണം, ഞാൻ തൊട്ട് പുറകിരിപ്പുണ്ട്. അപ്പം പറഞ്ഞു, എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യും, നല്ല ബ്രില്യൻ്റ് കുട്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി സംസാരത്തിൽ നിന്ന്. അപ്പോൾ കുറേ പൈസയൊക്കെ നമ്മൾ ലോൺ എടുത്തും അച്ഛനെ ബുദ്ധിമുട്ടിപ്പിച്ച് എടുത്തിട്ടൊക്കെ അവിടെ പോയി, ഞങ്ങളൊന്നും പഠിച്ച കാലം പോലെ അല്ല ഇപ്പോൾ, പോയിട്ട് ഒരുപാട് കുട്ടികളിപ്പോൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞ് 30 ലക്ഷം 40 ലക്ഷം ലോണൊക്കെ എടുത്ത് പോയിട്ട് രക്ഷകർത്താക്കളായിട്ട് വന്നിട്ട് ജോലിയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, മോൾക്ക് വിദേശത്ത് പോകണമെന്നല്ലേ, ഒരു കാര്യം ചെയ്യൂ, IFS ഫോക്കസ് ചെയ്യൂ. അതിനെ പറഞ്ഞ് സിവിൽ സർവീസ് എഴുതിക്കുന്ന രീതിയിലാക്കിയിട്ടാണ് സാറ് വിട്ടത്. അത്രയും സമയം എടുത്ത് ആ കൊച്ചിൻ്റെ അടുത്ത്. എന്നിട്ട് പറഞ്ഞു, അപ്പം വിദേശത്ത് പഠിക്കാൻ പോകുന്ന മോശമെന്നുള്ള രീതിയിൽ ഞാനിവിടെ ആ സ്റ്റോറി പറഞ്ഞു എന്ന് ആരും വിചാരിക്കരുത്. സാറ് പറഞ്ഞതാണ്. സാറ് പറഞ്ഞത്, നമ്മളൊരു ലക്ഷ്യം വെക്കുമ്പോൾ എന്തിനാണ് കുറയ്ക്കുന്നത്? നിങ്ങൾ അതേ സ്ഥലത്ത് ഇതിന് തമ്മിൽ വ്യത്യാസമുണ്ട്. പഠിക്കാൻ പൈസയും വാങ്ങി നമ്മൾ വീട്ടുകാരെ ബുദ്ധിമുട്ടിച്ച് പോകുന്നതും ഈ എക്സാം എഴുതിയെടുത്തിട്ട് പോകുന്നതും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് മോളെ ഞാനൊരു IFSകാരിയെ കാണണം എന്ന് പറഞ്ഞു വിട്ടു. ഞാൻ ജസ്റ്റ് ഒരു സ്റ്റോറി അപ്രതീക്ഷിതമായിട്ട് പാക്സ് ഇന്ത്യക്ക് വന്നപ്പം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ശരിക്കും ഇനി ഉള്ള സമയം, അതായത് ഇനി ഓഗസ്റ്റ് വരെ എന്തൊക്കെയാണ് പ്ലാൻ? ഓഗസ്റ്റ് വരെ സർവീസിനെ കുറിച്ച് കൂടുതൽ പഠിക്കാം. പിന്നെ ഇപ്പം ചൈനയെക്കുറിച്ച് ഇത്രയും ഫാസിനേഷൻ ഉള്ള സ്ഥിതിക്ക് മാനിഫെസ്റ്റേഷൻ ആ ഒരു സിമിലർ ടെക്നിക്കാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ ഇപ്പോഴും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ചൈന മാൻഡറിൻ എന്നൊക്കെ. അതുകൊണ്ട് തന്നെ ഐ ഡോണ്ട് നോ വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ. ആൻഡ് ഇഫ് ഐ എം ഗെറ്റിംഗ് ചൈന, ഐ ഡോണ്ട് വോണ്ട് ടു ഫീൽ ദ ഗിൽറ്റ് ദാറ്റ് ഐ ഡിഡൻറ്റ് യൂസ് ദിസ് ടൈം എഫക്റ്റീവ്ലി. അതുകൊണ്ട് എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് കൂടുതൽ ചൈനയെക്കുറിച്ച് വായിക്കുക, പിന്നെ IR പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് പൊടിതട്ടി എടുക്കുക, ആൻഡ് ബി എക്സൈറ്റഡ് ഫോർ എവറിത്തിങ് ദാറ്റ് വാട്ട് കംസ് എഹെഡ്. ഇത് തന്നെയാണ് എൻ്റെ ഒരു. ഇപ്പോൾ ഈ സിവിൽ സർവീസ് കിട്ടി ഇപ്പം ഒരു 4-5 ദിവസമായി. ഇപ്പം നോട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഏതെങ്കിലും ഒരു അപ്രീസിയേഷൻ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് വന്നുണ്ടോ? ഒരുപാട് വന്നിട്ടുണ്ടാവുമെന്നറിയാം, എന്നാലും പെട്ടെന്ന് ഭയങ്കര ഒരു മൈൻഡിൽ പെട്ടെന്നുള്ളത് എല്ലാവരും ഒത്തിരി നല്ല അപ്രീസിയേഷൻ തരുന്നുണ്ട്. അച്യുത് സാർ ആണെങ്കിൽ സാർ എപ്പോഴും ഭയങ്കര പോസിറ്റീവായിരുന്നു. സാറിന് ഓൾറെഡി ഉറപ്പുണ്ടായിരുന്നു ലൈക്ക് ഐ ഗെറ്റ് ഇൻ. അതുകൊണ്ട് തന്നെ സാറ് ഇങ്ങനെ നല്ല വാക്ക് പറയുന്നതിൽ ഒരിക്കലും ഒരു ബാർ ഇട്ടിട്ടില്ല. ആൻഡ് മോസ്റ്റ്ലി എല്ലാവരും അങ്ങനെയായിരുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളത്, എനിക്ക് ഏറ്റവും ഹാപ്പിനെസ് തോന്നിയതും നിതിൻ സാർ എൻ്റെ അടുത്ത് ഐ എം സോ പ്രൗഡ് ഓഫ് യു എന്ന് പറഞ്ഞൊരു ദിവസമാണ്.
കാരണം സാറ് ശരിക്കും നല്ല അക്കാഡമിയിലെ അതെ അക്കാഡമിയിലെ എൻ്റെ ഓപ്ഷണൽ മെൻറ്ററായിരുന്നു. സാർ ഹാസ് ഹൈ സ്റ്റാൻഡേർഡ്സ്. അപ്പം അത് മീറ്റ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ സാർ ഐ എം സോ പ്രൗഡ് ഓഫ് എന്ന് പറയുള്ളൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു 1-to-1 മോശമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 1-to-1 കഴിഞ്ഞപ്പോഴത്തേക്കും സാറ് പറഞ്ഞു ഡ്രാസ്റ്റിക് ഇമ്പ്രൂവ്മെൻറ്റ് നല്ലതാണെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ഫസ്റ്റ് ബ്യൂറോക്രാറ്റിക് മോക്കിന് സാർ ബോർഡിലുണ്ടായിരുന്നു. അപ്പം ലൈവായിട്ട് സാറ് ഫീഡ്ബാക്ക് തരുന്നുണ്ടായിരുന്നു. ആൻഡ് ഹീ ടോൾ മീ ഐ എം സോ പ്രൗഡ് ഓഫ് യു, ബ്രില്യൻറ്റ്. ആൻഡ് ഐ വാസ് ദി ഹാപ്പിയസ്റ്റ് പേഴ്സൺ ദാറ്റ് ഡേ. ആൻഡ് അതിനുശേഷം പിന്നെ സാർ എപ്പോഴും പറയും ഐ എം സോ പ്രൗഡ് ഓഫ് യു, സോ പ്രൗഡ് ഓഫ് യു. അതപ്പം സാറിൻ്റെ വായിന്ന് കേട്ടപ്പോഴത്തേക്കും ഇറ്റ്സ് സംതിങ് എൽസ്. അച്യുത് സാർ എപ്പോഴും പോസിറ്റീവായിട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സാർ ഓൾവേസ് വാസ് ലൈക്ക് യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ഇൻ ദ ലിസ്റ്റ്, ദെയർ ഇസ് നത്തിങ് ടു ബി വറീഡ് അബൌട്ട്. അപ്പം പാരൻസും അതേ ഒരു ഇതിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ദിൻ സാർ പറഞ്ഞപ്പം ഇറ്റ് വാസ് ഡിഫറെൻറ്റ്. ശശി തരൂർ സാറുമായിട്ട് കോൺടാക്ട് ചെയ്യുകയോ വല്ലതും ചെയ്തിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു സാറ് ട്വിറ്ററിലല്ല നമ്മുടെ എക്സിൽ സാറ് ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സാറ് മേ ബി എനിക്ക് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടായിരിക്കും. എനിക്ക് കോൾസ് ഒക്കെ ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അത് ചിലപ്പോൾ ഓഫീസിൽ നിന്ന് വിളിച്ചാലും അറിയില്ല സാർ, അറിയില്ല. ചിലപ്പം വിളിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതെ എന്തായാലും ഇതിനിടയ്ക്കുള്ള സമയത്ത് സാറിനെ ഒന്ന് മീറ്റ് ചെയ്യാൻ നോക്കൂ. എന്തായാലും അതെ തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട് സാറിനെ മീറ്റ് ചെയ്യണം എന്നുള്ളത്. എന്തായാലും ഇതിലൂടെ അറിയും. കാരണം ഞാൻ PSൻ്റെ അടുത്ത് ഞാൻ പറയാം, സാറിൻ്റെ PSനെ ഞാൻ ഇന്ന് തന്നെ വിളിച്ച് പറഞ്ഞേക്കാം, മീറ്റ് ചെയ്യിപ്പിക്കാനുള്ള പരിപാടി എന്തായാലും ചെയ്യിപ്പിക്കും. കാരണം സാറിനെ കാണണം, ഭയങ്കര ഒരു 10-28 വർഷത്തെ ഡിപ്ലോമാറ്റ് എന്ന രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ്. അപ്പം എന്തായാലും സാറ് ശ്രമിച്ചിട്ടുണ്ടാവുമെന്ന് തന്നെയാണ്. അങ്ങോട്ട് നമ്മൾ ശ്രമിക്കാൻ വേണ്ടി നിൽക്കില്ല ശശി തരൂർ സാർ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം എന്തായാലും ഞാൻ ഇന്ന് തന്നെ PSന് പറയാം. പുള്ളി എൻ്റെ എപ്പിസോഡ്സ് കാണാറുമുണ്ട് PS. അപ്പം സാറ് ട്രൂ ഗ്ലോബൽ സിറ്റിസൺ ആണ്. അതെ പ്രത്യേകിച്ച് IFS എന്ന രീതിയിൽ പോകുന്നതുകൊണ്ട് അത് വേണം. ഞാനിപ്പോൾ പാക്സ് ഇന്ത്യക്ക് പറഞ്ഞതുകൊണ്ട് ഇതാ ഇതും ശരിക്കും ഇത് ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവാം, അറിയാവുന്ന ബുക്കുകളുമായിരിക്കും. അപ്പം എന്തായാലും അതും തരുന്നു. ഇനി അടുത്തത് എന്തായാലും ഡിപ്ലോമാറ്റ് ആകുമ്പോൾ ഇതൊരു ഡയറിയും ഒരു പെന്നുമാണ്. ശരിക്കും പിന്നെ നമ്മുടെ നയതന്ത്ര മേഖലയിൽ പ്രവർത്തിക്കുമ്പം ഏതെങ്കിലും ഒരു നല്ല ഇന്ത്യയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒപ്പിടുന്നതിൽ ഈ പേന ഉപയോഗിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഇത് തരുന്നു. അപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്തായാലും ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു വന്നതുപോലെ കേരളത്തിന് വേണ്ടി ശരിക്കും നമ്മുടെ അപ്പോഴത്തേക്ക് ഞാൻ പതുക്കെ 360 ബ്രെയിൻ ലാബൊക്കെ റെഡിയാക്കി വരുന്ന സമയത്ത് ട്രെയിനിങ് കഴിഞ്ഞ് പുതിയ ചൈനയിലോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങൊരു ഫോക്കസ് ഉണ്ടായതുകൊണ്ട് അവിടെ തന്നെ എത്തട്ടെ. നമുക്ക് നമ്മുടെ അവിടുത്തെ മലയാളി ബ്രെയിനുകളെ നമ്മുടെ കുട്ടികൾക്ക് ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ അവരുടെ മെൻറ്ററാവുകയും ഇതിനെ അവരെ മീറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നൊരു പോയിൻ്റായിട്ട് പ്രവർത്തിക്കാൻ പറ്റുകയും ചെയ്യട്ടെ. കാരണം IFS എന്നൊരു ഓപ്ഷനിൽ പോകുന്നതുകൊണ്ട് ഡെഫിനറ്റായിട്ടും നമ്മുടെ നാടിനെ കൂടെ ഇടയ്ക്കൊന്ന് പരിഗണിക്കണം എന്നും കൂടെ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം ഇത് നമ്മുടെ ഒരുപാട് കുട്ടികൾക്ക്, അതായത് IAS ആസ്പിരൻസിന് മാത്രമല്ല, ശ്രീജയുടെ കഥ ശരിക്കും ഇത് ഒരുപാട് യൂത്തിന് ഒരു ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും എന്നതിൽ ഒരു സംശയവുമില്ല. താങ്ക് യു സോ മച്ച് ശ്രീജ. അപ്പോൾ ശരിക്കും ഇത് നമ്മളിന്ന് സംസാരിച്ചതിൽ അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഇത് രക്ഷകർത്താക്കളും കുട്ടികളും എല്ലാവരും ഇത് വാച്ച് ചെയ്യണം. ഇത് നമ്മൾ ഇനി വരും എപ്പിസോഡുകളിൽ നമ്മുടെ മെയിൻ ഫോക്കസ്ഡ് ആയിട്ടുള്ള DPR CMന് കൊടുക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട് തുടരും. പക്ഷേ ഈ ഒരു എപ്പിസോഡ് അതിൽ വ്യത്യസ്തമായി നിൽക്കുന്നതാണ്. നിങ്ങളിതൊരു ഡിജിറ്റൽ ലൈബ്രറി ആയിട്ട് തന്നെ സൂക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നു. ശരിക്കും ഒരു മോട്ടിവേഷൻ തോന്നേണ്ട രീതിയിലുള്ളൊരു ടോക്കായി തന്നെയാണ് ഇത് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും മാക്സിമം ഇത് ഷെയർ ചെയ്ത് ആൾക്കാരുടെ അടുത്ത് എത്തിക്കുകയും ഇതൊരു ഡിസ്കഷൻ പോയിൻ്റാക്കി മാറ്റുകയും വേണം ശ്രീജയുടെ കഥ. സി യു.